വഹുവ അഹ്വനു അലൈഹി, അത് അവനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളാണ്. കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ആ പ്രയാസം, രണ്ടാമത് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. അഹ്വനു അലൈഹി, ഹയ്യിൻ എന്നതല്ല അഹ്വൻ, വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്, അതെങ്ങനെയും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അപ്പം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ്, നിങ്ങളെ ഓരോ സമയത്ത് നിങ്ങൾക്ക് കണക്കാക്കിയ സമയത്തിലും ആയുസ്സിലും സ്ഥലത്തും വെച്ച് നിങ്ങളെ മരിപ്പിക്കുന്ന റബ്ബ്, ആ റബ്ബിതാ നിങ്ങളെ പിന്നീട് നിങ്ങൾക്ക് പുനർജന്മം നൽകുകയാണ്. വലഖദ് അലിംതുമുൻ നശ്അത്തൽ ഊലാ ഫലൗലാ തദക്കറൂൻ. നിങ്ങളെന്തേ ഉൾക്കൊള്ളാത്തത്? നിങ്ങളെന്തേ ഉൾക്കൊള്ളാൻ തയ്യാറാവാത്തത്? ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറായിരിക്കണം, നിർബന്ധമായും ഉൾക്കൊള്ളാൻ തയ്യാറാവണം. അല്ലാഹു പറയുന്ന ഒന്നാമത്തെ എഴുന്നേൽപ്പ് കണ്ട് രണ്ടാമത്തെ എഴുന്നേൽപ്പ് മനസ്സിലാക്കാം. ഹദീസിൽ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞത് കാണാം, അജബൻ കുല്ലൽ അജബ് ലിൽ മുകദ്ദിബ് ബിൻ നശ്അത്തിൽ ആഖിറ വഹുവ യറ നശ്അത്തൽ ഊലാ വഅജബൻ ലിൽ മുസദ്ദിഖ് ബിൻ നശ്അത്തിൽ ആഖിറ വഹുവ യസ്ആ ലിദാരിൽ ഗുറൂർ. അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ എടുത്ത ഒരു ഹദീസാണ്, ഉദ്ധരിച്ച ഒരു ഹദീസാണ്. അജബൻ കുല്ലൽ അജബ്, അത്ഭുതമായ അത്ഭുതമൊക്കെയും ലിൽ മുകദ്ദിബി ബിൻ നശ്അത്തിൽ ആഖിറ, രണ്ടാമത്തെ അവസാനത്തെ എഴുന്നേൽപ്പ് കൊണ്ട് കളവാക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനം നിഷേധിക്കുന്നവന്റെ കാര്യത്തിലാ വലിയ അത്ഭുതം. വഹുവ യറ നശ്അത്തൽ ഊലാ, ഒന്നാമത്തെ എഴുന്നേൽപ്പ് കണ്ട സ്ഥിതിക്ക്, ഒന്നാമത്തെ എഴുന്നേൽപ്പ് കണ്ട് ബോധ്യപ്പെട്ടിട്ട് പിന്നെ രണ്ടാമത് എഴുന്നേൽക്കുമെന്ന് ശങ്കിക്കുന്നവന്റെ കാര്യത്തിലാണ്, അത് നിഷേധിക്കുന്നവന്റെ കാര്യത്തിലാ അത്ഭുതം. പിന്നെ റസൂലുള്ള അത്ഭുതം പ്രകടിപ്പിച്ചത് നമ്മളെക്കുറിച്ച്, വഅജബൽ മുസദ്ദിഖി ബിൻ നശ്അത്തിൽ ആഖിറ, നാളെ ഒരു പുനരുത്ഥാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്റെ കാര്യത്തിലാണ് അത്ഭുതം. വഹുവ യസ്ആ ലിദാരിൽ ഗുറൂർ, അവൻ ഈ വഞ്ചകിയായ ഭൂമിക്ക് വേണ്ടിയാണ് അവൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. ഈ വഞ്ചകിയായ ഭൂമിക്ക് വേണ്ടി അവൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്, നാളത്തേക്ക് വേണ്ടി തീരെ തയ്യാറാകുന്നില്ല. ഈ ഒന്നാമത്തെ എഴുന്നേൽപ്പ്, ആ എഴുന്നേൽപ്പ് എങ്ങനെയൊക്കെ കേമമാക്കാമെന്ന് മാത്രം അവൻ ചിന്തിക്കുന്നത്, പുനരെഴുന്നേൽപ്പിനെ കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല. പടച്ചോനെ, ഞങ്ങൾക്കൊക്കെ നീ ബോധം നൽകണം റഹ്മാനെ, ബോധം നൽകണം റഹ്മാനെ. അപ്പോൾ അല്ലാഹു പറഞ്ഞു വെച്ചത്, നിങ്ങളെ സൃഷ്ടിച്ചത് ഞാനാണ്, നിങ്ങളെ മരിപ്പിക്കുന്നത് ഞാനാണ്. നിങ്ങൾ ഈ ഒന്നാമത്തെ സൃഷ്ടിപ്പ് കണ്ട് രണ്ടാമത്തെ ഒരു സൃഷ്ടിപ്പുണ്ടെന്ന് നിങ്ങൾ എന്തുകൊണ്ട് ഉൾക്കൊള്ളുന്നില്ല? ഫലൗലാ തദക്കറൂൻ. ഇനി അല്ലാഹു വ്യംഗ്യമായി അല്ലാഹു തആല പുനർജന്മം സ്ഥാപിക്കുകയാണ്, പുനരുത്ഥാനം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭക്ഷണം തന്നത് ഞാനാണെന്ന് അവകാശപ്പെടുകയാണ്. അഫറഅയ്തും മാ തഹ്റുസൂൻ, അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ ചെയ്യുന്ന കൃഷിയെക്കുറിച്ച് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അള്ളാഹു ചോദിക്കുകയാണ്. അടുത്ത ചോദ്യം, ഇതൊക്കെ ചോദ്യം ഉത്തരവാണ്. ഇന്ന് ഫുൾ അങ്ങനെയാണ്, ചോദ്യം ഉത്തരവ് ഒക്കെ തന്നത് ഞാനാണ്. എന്നിട്ട് എന്താ നിങ്ങൾ ഈ റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നത് എന്നാ ലാസ്റ്റ് ചോദിക്കാൻ പോകുന്നു. നന്ദികേടിൻ്റെ ചിത്രം കുറേ പറയണമെന്ന് കരുതിയതാ, പക്ഷെ അവിടേക്ക് എത്തുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനിയും 2-3 ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ ഉണ്ടാക്കുന്ന ഭൂമി ഉഴുതുമറിച്ച് വളം ചേർത്ത് വിത്തുപാകി വെള്ളം ചേർത്ത് നിങ്ങളുണ്ടാക്കുന്ന കൃഷിയിടം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ഇത് അഫറഅയ്തും മാ തഹ്റുസൂൻ. അല്ലാഹ് അതൊക്കെ നമുക്കിട്ട് വിട്ടുതരിക. ഭൂമി ഇളക്കി മറിക്കുന്നത് നീയാണ്, ഉഴുതുമറിക്കുന്നത് നീയാണ്, വളം ചേർക്കുന്നത് നീയാണ്, വെള്ളം കൂട്ടുന്നത് നീയാണ്, വിത്ത് പാകിയത് നീയാണ്, കള പറിക്കുന്നത് നീയാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷേ എൻ്റെ ചോദ്യം, അള്ളാഹു പറയുന്നു, അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിയൂൻ. നേരത്തെ ചോദിച്ചതുപോലെ ബീജം സ്ഖലിപ്പിക്കുന്നത് നിങ്ങൾ, പക്ഷേ കുട്ടിയാക്കുന്നത് ആരാണ് എന്നതുപോലെ അള്ളാഹു തആല ചോദിക്കുകയാണ്. അത് നമ്മളല്ലാന്ന് നേരത്തെ സമ്മതിക്കുന്നു പറഞ്ഞല്ലോ. കാരണം നമ്മളാണെങ്കിൽ നമ്മൾ സ്ഖലിപ്പിക്കുന്ന ബീജത്തിലൊക്കെ മക്കളുണ്ടാവണം, അതില്ല, അള്ളാഹുവാണ് മക്കളെ തരുന്നത്. എന്നതുപോലെ നമ്മൾ ഇട്ട വിത്തൊക്കെ മുളക്കണം, നമ്മളാണ് മുളപ്പിക്കുന്നതെങ്കിൽ അല്ല. വിത്ത് പാകുന്നത് നിങ്ങളാണ്, ഭൂമി ഇളക്കി മറിക്കുന്നത് നിങ്ങളാണ്, വളമിറക്കുന്നത് നിങ്ങളാണ്, വെള്ളം ചേർക്കുന്നത് നിങ്ങളാണ്, എല്ലാം നിങ്ങൾ. പക്ഷേ അതൊക്കെ അള്ളാഹു തന്നത് തന്നെയാണ്. പക്ഷേ അള്ളാഹു തആല അത് തൽക്കാലം നമുക്ക് വക ചേരാത്ത, കാരണം നിഷേധിയോട് സംസാരിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് അള്ളാഹു തആല പറയാണ്, നിന്റെ ചോദ്യം അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, ആ ഭൂമി
കൃഷിയോ ആ ഭൂമി കൊയ്തെടുക്കാൻ പറ്റുന്ന പാകത്തിലാക്കി തരുന്നത് നിങ്ങളാണോ നമ്മളാണോ? അത് മുളപ്പിച്ചതാരേൻ? അത് മനുഷ്യരാന്ന് പറയാൻ പറ്റൂല. കാരണം അങ്ങനെയാണെങ്കിൽ അവൻ ഇട്ട വിത്തൊക്കെ മുളക്കണം. മുളക്കാറില്ല. കാരണം പിറ്റേന്ന് ഇങ്ങനെ പോയി നോക്കിയിട്ട് കൂട്ടുകാരനെയും കൂട്ടി വയലിലൊക്കെ ഒന്ന് ഇങ്ങനെ പോയി, അഹമ്മദ് ക ഇന്നലെ 2 നാൾ മുമ്പ് വിത്ത് പാകിയതാ. 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി നോക്കിയിട്ട് എവിടെയൊക്കെ മുളച്ചത് എവിടെയൊക്കെ മുളക്കാത്തതെന്നൊക്കെ ഒന്ന് നോക്കി, എന്നിട്ട് ഇങ്ങനെ പറയാം, ഇവിടെ കെട്ടിയിരുന്നു, ആ ഭാഗത്തൊന്നും മുളച്ച് കണ്ടില്ല, ഈ ഭാഗത്ത് മാത്രമേ മുളച്ചിട്ടുള്ളൂ. ഖേദങ്ങനെ പറയും. നമ്മൾ ഇട്ടതൊക്കെ മുളക്കൂല, അള്ളാഹു ആ മുളപ്പിക്കുന്നത്. അപ്പൊ ഇത് രണ്ടിനും വ്യത്യാസമുണ്ട്. ആദ്യം അള്ളാഹു ചോദിച്ചത് തഹ്റുസൂൻ എന്നാ, നിങ്ങൾ ഇറക്കുന്ന കൃഷി. ആ ഹർഫ് എന്ന പദത്തിന്റെ അർത്ഥം ഭാഷാർത്ഥത്തിൽ ഇതിനൊക്കെ കൃഷി എന്ന് പറയുമെങ്കിലും ഇത് രണ്ടും കൂടെ വ്യത്യാസമുണ്ട്. ഹർസും സറുഉം. ഹർസ് എന്ന് പറഞ്ഞാൽ ഭൂമിയെ ഉഴുതുമറിക്കുക, വിത്തിറക്കുക, വളം ചേർക്കുക, ഇതിനൊക്കെ ഹർസ് എന്നാ പറയാ. സറ എന്ന് പറഞ്ഞാൽ മുളപ്പിക്കുക, കതിരിടിക്കുക, അതിൽ വിത്തുണ്ടാക്കുക, പാലുറപ്പിക്കുക, ഈ പണിയൊക്കെയാണ് അള്ളാഹ് ഉണ്ടോ. അതൊക്കെ അതിനാ സറ എന്ന് പറയാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പ്രത്യേകിച്ച് നബി തങ്ങൾ പറഞ്ഞു, ലാ യഖൂലന്ന അഹദുകും സറഅതു വലാകിൻ ലിയഖുൽ ഹറസ്ത്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ സറഅതു എന്ന് പറയരുത്. കൃഷി ചെയ്തു എന്നുള്ളതിന് ഭാഷാർത്ഥത്തിൽ രണ്ടും പറയാം. സറഅതു ഞാൻ കൃഷി ചെയ്തു, ഹറസ്തു ഞാൻ കൃഷി ചെയ്തു. പക്ഷേ നബി പറഞ്ഞു സറഅതു എന്ന് പറയല്ല, അത് ഖുർആനിനെതിരാണ്. കാരണം ഖുർആൻ പറഞ്ഞത് സാരി അല്ലാഹുവാൻ, മുളപ്പിക്കുന്നതും കൊയ്തെടുക്കാൻ പറ്റുന്ന പ്രായത്തിൽ അത് ആക്കിത്തരുന്നതും ഒക്കെ അല്ലാഹുവാൻ. അപ്പം നിങ്ങൾ ഹറസ്തു എന്ന് പറഞ്ഞു, ഉഴുതുമറിച്ചു, വളം ചേർത്തു, വിത്തുപാകി, അതൊക്കെ പറഞ്ഞു. ആ പദപ്രയോഗമാണ് നിങ്ങൾ കൃഷി ഇറക്കി എന്നതിന് ഉപയോഗിക്കേണ്ടത്. ഹാരിസ് എന്നാണ് കർഷകന് പറയേണ്ടത്. ഹാരിസ്, സാരി എന്നല്ല എന്നർത്ഥം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു തആല ചോദിച്ചതും ശരിക്ക് ചങ്കിൽ പിടിച്ച് സമ്മതിപ്പിക്കല. ഇൻഷാ അല്ലാഹ് അടുത്തതും കൂടെ പറഞ്ഞിട്ട് ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ലൗ നശാഉ ലജഅൽനാഹു ഹുതാമാ. അല്ലാഹ് പറയുന്നു, നമ്മളെങ്ങാനും ഉദ്ദേശിക്കുകയായിരുന്നെങ്കിൽ, ലൗ നശാ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ലജഅൽനാഹു ഹുതാമാ, ഈ നെല്ലുകൾ മുഴുവനും, ഈ കൃഷികൾ മുഴുവനും, ഗോതമ്പ്, നെല്ല് ഏതായാലും ശരി, ഇനി മുളച്ചു എന്ന് വെക്കുക, മുളപ്പിച്ചു എന്ന് വെക്കുക, മുളച്ചതിൻ്റെ ശേഷത്ത് നേരെ നിൽക്കുവോ? ഇല്ല. ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലജഅൽനാഹും ഹുതാമാ, അതിനെ മുഴുവനും ഉണക്കി കരിച്ച് കളയാൻ എനിക്ക് കഴിയും. ലജഅൽനാഹു ഹുതാമാ, അതിനെ കരിച്ചു കളയാൻ എനിക്ക് കഴിയും. അങ്ങനെ ഉണക്കി കരിച്ചു കളഞ്ഞാൽ ഫദൽതും തഫക്കഹൂൻ, മുളപ്പിച്ചാട് തന്ന് ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ? പറ്റൂല. നടക്കൂല. എന്തുകൊണ്ട്? എപ്പോഴും അള്ളാഹുവിനോട് കടപ്പെട്ടു നിൽക്കുന്നു മനുഷ്യൻ. റബ്ബിൽ നിന്നിങ്ങോട്ട് മാറി നിൽക്കാൻ മുളച്ച് കിട്ടി ഇനി എൻ്റെ പണി നോക്കുമെന്ന് റബ്ബിനോട് പറയാൻ പറ്റൂല. എന്തേ കാരണം? റബ്ബില്ലെങ്കിൽ ഇത് വലുതാകൂല, റബ്ബില്ലെങ്കിൽ ഇത് കതിരിടൂല, റബ്ബില്ലെങ്കിൽ ഇതിൽ നെല്ല് കിട്ടൂല. ഒക്കെ ചപ്പയായിരിക്കും, പതിരായിരിക്കും. നെല്ല് കിട്ടണോ? റബ്ബ് തന്നെ കനിയണം. അപ്പോൾ അള്ളാഹു പറയാൻ, ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് ഉണക്കിക്കരിക്കാൻ എനിക്ക് കഴിയും, ചപ്പയും പതിരുമാക്കി കളയാൻ എനിക്ക് കഴിയും. ഫദൽതും തഫക്കഹൂൻ, പിന്നെ നിങ്ങൾ നഷ്ടക്കഥയും പറഞ്ഞിരിക്കേണ്ടി വരും. ഫദൽതും തഫക്കഹൂൻ, അതിനെ തുടർന്ന് നിങ്ങൾ ഫലിതം പറഞ്ഞിരിക്കും, നഷ്ടക്കഥ. ഇന്നാല മുഹറബൂൻ, നിങ്ങളും അയൽക്കാരനും കൂടിയിട്ട് ഇങ്ങനെ നഷ്ടം പറയുമെടാ. ഇക്കൊല്ലം വയലിൽ കൊണ്ടുപോയൊരു 10,000 എറിഞ്ഞിരുന്നു, ഒരു 50,000 ഇങ്ങോട്ട് എടുക്കാമെന്ന പ്രതീക്ഷയിലായി എറിഞ്ഞത്. വാഴ വെക്കുമ്പോഴുള്ള പ്രതീക്ഷ അതായിരുന്നു, നെല്ലു പാകുമ്പോഴുള്ള പ്രതീക്ഷ അതായിരുന്നു. പക്ഷേ എന്തു ചെയ്യാനാ? ഇന്നാല മുഹറമൂൻ, നമ്മൾ ഇന്ന് കടബാധിതരാൻ. നമ്മുടെ കൃഷിയൊക്കെ നശിച്ചുപോയി, നമ്മുടെ കൃഷിയെല്ലാം നശിച്ചുപോയി. അടക്ക നശിച്ചുപോയി, തേങ്ങ നശിച്ചുപോയി. ഇതൊക്കെ അള്ളാഹുവാണ് തരുന്നത്. എല്ലാവരുടെ കൃഷിയും അള്ളാഹു എല്ലാവരുടെ തോട്ടങ്ങളിലും സമൃദ്ധി നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇതൊക്കെയും നശിപ്പിക്കുന്നത് അള്ളാഹുവാ, എല്ലാം തരുന്നതും നശിപ്പിക്കുന്നതും അള്ളാഹുവാൻ, എല്ലാം അള്ളാഹുവാൻ. അപ്പം അള്ളാഹ് പറയുന്നു, ഞാനെങ്ങാനും കരുതിയാൽ അതൊരു തീക്കാറ്റടിപ്പിച്ച് നശിപ്പിച്ച് കളയാം. ഞാൻ കരുതിയാൽ ശക്തമായ ക്ഷാമം നൽകിയിട്ട് ഉണക്കിക്കളയാം, വെള്ളമില്ലാതെ. അങ്ങനെ അങ്ങോട്ട് പഠിപ്പിച്ചാൽ നിങ്ങളൊക്കെ പറയും, ഇന്നാല മുഹറമൂൻ, നമ്മൾ കടബാധിതരാൻ. ബൽ നഹ്നു മഹ്റൂമൂൻ, അല്ല അഹ്മദ് കുട്ടിയെ മുടക്ക് മുതൽ പോലും കിട്ടിയില്ല എന്ന് കൂട്ടുകാരനോട് പറയേണ്ടി വരും. ബൽ നഹ്നു മഹ്റൂമൂൻ, അല്ല നമുക്ക് മുടക്ക് മുതൽ പോലും കിട്ടിയില്ലെന്ന് പറയേണ്ടി വരും. നിങ്ങള് പാട ലാഭം തടയപ്പെട്ട ഒരു വിഭാഗം.
എന്ന് പറഞ്ഞ് നിങ്ങൾ ഖേദിക്കേണ്ടി വരും എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. ഇതുകൊണ്ടാണ് ഇമാം ഹലീമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, കൃഷി ചെയ്യുന്ന സമയത്ത് ഒരാൾ ഈ ആയത്തുകൾ ഓതുകയാണെങ്കിൽ വിത്ത് പാകുന്ന സമയത്ത്, വിത്തിടുന്ന സമയത്ത് ഈ ആയത്തുകൾ ഓതിയാൽ അതിനൊരു നാശവും വരില്ലെന്ന് ഇമാം ഹലീമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. യുസ്തഹബ്ബു ലികുല്ലി മൻ അൽഖാ ഫിൽ അർളി ബദ്റ, ഭൂമിയിൽ വിത്തുപാകുന്ന എല്ലാവർക്കും സുന്നത്താണ് അൻ യഖറഅ, അവൻ ഓതൽ ബഅദൽ ഇസ്തിആദ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബിസ്മി ഓതിയതിന്റെ ശേഷം അവൻ ഓതുക അഫറഅയ്തും മാ തഹ്റുസൂൻ അൻതും തസ്റഊനഹു അം നഹ്നുസ് സാരിഊൻ ലൗ നശാഉ ലജഅൽനാഹു ഹുതാമാ ഇൻ ഫളൽതും തഫക്കഹൂൻ ഇന്നാ ലമുഗ്റമൂൻ ബൽ നഹ്നു മഹ്റൂമൂൻ എന്ന് പറഞ്ഞാൽ അതവൻ്റെ കൃഷിക്ക് സംരക്ഷണമാണ്, പുഴുവേൽക്കില്ല, മറ്റു അപകടങ്ങളുണ്ടാവില്ല എന്നൊക്കെ ഇമാം ഹലീമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാം. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അള്ളാഹുവിന് സമർപ്പിക്കേണ്ടവരാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം. അള്ളാഹുവിനെ ഏൽപ്പിക്കണം കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ പോവുകയാണ്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അടുത്ത ചോദ്യം. അപ്പൊ ആദ്യം നിങ്ങൾ ഉണ്ടാക്കിയത് നമ്മളാണ്, മരിപ്പിക്കുന്നത് നമ്മളാണ്. മരിപ്പിക്കലടക്കട്ടെ, ഉണ്ടാക്കിയത് നമ്മളാണ്, വെള്ളം തന്നത്, ഭക്ഷണം തരുന്നത് നമ്മളാണ് എന്നായി. ഇപ്പൊ കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇനി വെള്ളം. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം തരുന്നത് നമ്മളാണ്. നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടോ, അവിടെ അള്ളാഹു പറഞ്ഞു കുടിക്കുന്നത് നിങ്ങളാണ്. ഞാൻ തരുന്നു, നിങ്ങൾ കുടിക്കുന്നു, നിങ്ങൾ കുടിക്കുന്നു. പക്ഷേ എന്റെ ചോദ്യം, നിങ്ങൾ കുടിക്കുന്ന വെള്ളം അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, ഞാൻ ഇറക്കി തന്ന വെള്ളം ദുഷിപ്പിക്കാനും ഞാൻ ഇറക്കി തന്ന വെള്ളം ചപ്പാനുമല്ലാതെ, അത് കുടിക്കാനുമല്ലാതെ നിങ്ങൾക്ക് എന്തിനാ കഴിയുക? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, മേഘപ്പാളികളിൽ നിന്ന് ആ വെള്ളം ഇറക്കിയത് നിങ്ങളാണോ? അം നഹ്നുൽ മുൻസിലൂൻ, അതോ നമ്മളാണോ? അള്ളാഹു ചോദിക്കുക, മഴയായി ഭൂമിയിലേക്ക് അത് വർഷിപ്പിച്ചു തന്നതാരാ? കൃത്രിമ മഴ പെയ്യിപ്പിക്കാറുണ്ട്, അതിനൊന്നും ഒരു അഡ്രസ്സും ഇല്ല കേട്ടോ. കൃത്രിമമായ പെയ്യിപ്പിക്കാൻ ഭൂമിയിൽ നിന്ന് തന്നെയാണ് അത് ശേഖരിക്കുന്നത്, ചിന്തിക്കണം. മാത്രമല്ല അത് തൽക്കാലം ഇപ്പറഞ്ഞ ഫലങ്ങളൊന്നുമില്ല, തൽക്കാലം ഒരു മഴപ്പാറ്റിൽ നെറുവിലിങ്ങനെ പോയിട്ട് ഇങ്ങനെ പാറ്റിത്തരുന്ന പരിപാടിയാണ് ഇതാ കൃത്രിമ മഴ. അപ്പം അതുകൊണ്ടൊന്നും സംഗതി നടക്കില്ല. ഭൂമിയിൽ സമൃദ്ധി വേണോ? അള്ളാഹു വെള്ളം തന്നോളണം, മഴ കിട്ടിക്കൊള്ളണം. മഴ ആവശ്യത്തിന് മഴ കിട്ടിക്കൊള്ളണം. അതും ആവശ്യത്തിന് അധികമാകുമ്പോൾ അതും അപകടമാകും. എല്ലാം ഒരു ഖദറിലാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് എന്ന് അള്ളാഹു പറഞ്ഞു. എല്ലാറ്റിനും ഒരു കണക്കുണ്ട്, അവിടെ എത്തുമ്പോൾ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തും എന്ന് റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. അപ്പം അള്ളാഹുവാണ് വെള്ളം തരുന്നത്, വേറൊരാൾക്കും കഴിയില്ല. എപ്പോഴാ മഴ പോയി പെയ്യാന്ന് പ്രവചിക്കുന്നത് പോലും തെറ്റിപ്പോവുകയാണ് അല്ലേ? 2-2.5 മാസം മുമ്പ് നല്ല മഴ പെയ്ത സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, എനിക്ക് ഏറ്റവും കൂടുതൽ തമാശ തോന്നിയ ഒരു റിപ്പോർട്ടായിരുന്നു അത്. പത്രത്തിലൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ നിരീക്ഷകർ, ഞാൻ ജോലി ചെയ്യുന്ന കുറ്റിക്കാട്ടൂർ IMIC അവിടെയൊക്കെ സ്ഥാപനത്തിന് അവധിയാക്കി. കാരണം ചുറ്റുഭാഗം വെള്ളം മൂടിയിട്ട് അവധിയാക്കി പോരുകയാണ് എല്ലായിടത്തും. കൊടുവള്ളിയിലൊക്കെ ബസ് പകുതി വെള്ളത്തിൽ മൂടിക്കിടക്കുന്ന രംഗം നമ്മൾ കണ്ടു. പകുതി ബസ് വെള്ളത്തിൽ മൂടിക്കിടക്കുന്ന രംഗം കണ്ടു, പത്രത്തിൽ നമ്മൾ കണ്ടു ചിത്രങ്ങൾ. അതുപോലെ എല്ലാ ഭാഗങ്ങളിലും ടൗണുകളിലൊക്കെ എല്ലായിടത്തും ബ്ലോക്കായി. അങ്ങനെ വെള്ളം കയറിയൊരു ഘട്ടമുണ്ടായിരുന്നു 2-3 മാസം മുമ്പ്. അന്ന് സ്ഥാപനമൊക്കെ ലീവാക്കി പോരുമ്പോൾ കാലാവസ്ഥാ നിരീക്ഷകർ കൊടുത്തൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇനി 48 മണിക്കൂർ, 24 അല്ല 2 ദിവസം, 48 മണിക്കൂർ തോരാത്ത മഴയാണെന്ന് പറഞ്ഞു. തോരാത്ത മഴയാണ് 48 മണിക്കൂറേ. ഇപ്പം തന്നെ വെള്ളം ആകെ മൂടിക്കുക. ഇനി എങ്ങാനും 48 മണിക്കൂർ മഴ പെയ്താൽ, ഞാൻ അന്ന് ചിന്തിച്ചു, പഠിച്ചോനെ ഈ മഴ എങ്ങാനും പെയ്താൽ, കാരണം നിഗമനം അവർ പറയുന്നത് ലക്ഷണങ്ങൾ നോക്കി നിഗമനം പറയുകയാണല്ലോ, അപ്പം സംഭവിക്കാലോ. സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാരണം ആകെ മൂടും, നമ്മുടെ നാട് മൊത്തം തൂഫാനിലാവും, യാതൊരു സംശയവുമില്ല പിന്നെ മഴ പെയ്താൽ. പക്ഷേ അള്ളാഹ് തൗഫീഖ് ചെയ്തിട്ട് ഇബൽ എപ്പോഴാണോ ഈ റിപ്പോർട്ട് പുറത്ത് വിട്ടത് അന്ന് മുതൽ 48 മണിക്കൂർ ഒരു തുള്ളി മഴയും പെയ്തില്ല. അതാണ് അതിൻ്റെ കണ്ടീഷൻ. ഒറ്റ തുള്ളി മഴ ഒന്ന് പാറ്റുക പോലും ചെയ്തില്ല 48 മണിക്കൂർ. അത് കഴിഞ്ഞതിന് ശേഷം പെയ്തു. കാരണം ആദ്യത്തേത് ഇറങ്ങണം,
അള്ളാഹുവിൻ്റെ തീരുമാനം അതാണ്. അല്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമാണ്. ആദ്യത്തേത് ഇറങ്ങിയിട്ടേ രണ്ടാമത് തരാൻ പറ്റുള്ളൂ. അള്ളാഹു ഒരു ഖദർ കണ്ടിട്ടാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അള്ളാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്ന സ്ഥലമാണത്. മനുഷ്യൻ വഷളാകുന്ന ഘട്ടങ്ങളാണത്. എന്ന് പറഞ്ഞാൽ നിഗമനങ്ങൾ പറഞ്ഞുകൂടാന്നോ പറഞ്ഞാൽ ഒക്കൂലാന്നൊന്നുമല്ല പറഞ്ഞത്, ഒക്കണം നിർബന്ധമല്ല. അതിൻ്റെ വ്യക്തമായ തെളിവാണത്. അള്ളാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇനി ആ വെള്ളം ഞാൻ ഇറക്കി തന്നു എന്ന് വെക്കുക, വെള്ളം ഇറക്കി തന്നു എന്ന് വെക്കുക. എന്തേ കടലിൽ നിന്ന് പൊങ്ങിപ്പോകുന്ന നീരാവി വരുമ്പം എന്തേ ആ വെള്ളത്തിന് ഉപ്പുരുചിയില്ലാത്തത്? അള്ളാഹ് ചോദിക്കുകയാണ്. ഇനി ഞാനാണ് ഇറക്കി തന്നു എന്ന് വെക്കുക. ലൗ നശാഉ, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ജഅൽനാഹു ഉജാജാ, ആ വെള്ളം ഉപ്പുരസമുള്ളതാക്കാമായിരുന്നല്ലോ. ആ വെള്ളം ഉപ്പുരസമുള്ളതാക്കാമായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാ നിങ്ങളത് കുടിക്കാം? അള്ളാഹു ആ ഇറക്കി തന്ന വെള്ളം തന്നെ നല്ല ഉപ്പുരസമുള്ളതാണെങ്കിൽ ശുദ്ധീകരിക്കൽ ഞാൻ നടത്തിയിട്ടില്ലെങ്കിൽ, അപ്പൊ ഇതിന്റെ ശുദ്ധീകരണ പ്രക്രിയ അള്ളാഹുവിന്റെ അടുത്താ. ശുദ്ധീകരിച്ചിട്ടാണ് അള്ളാഹു തല വിടുന്നത്. ഈ വെള്ളം എങ്ങാനും ഞാൻ ശുദ്ധീകരിക്കാതെയാ തരുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാ ഇത് കുടിക്കാം? അള്ളാഹു ചോദിക്കുക. ഞാൻ ഉദ്ദേശിച്ചാൽ അതിനെ ഉപ്പുരസമുള്ളതാക്കാൻ കഴിയൂലേ? ആ ഉപ്പുരസമുള്ള വെള്ളം നിങ്ങൾ എങ്ങനെയാ കുടിക്കുക? എന്നിട്ട് ഇതൊക്കെ യഥേഷ്ടം കിട്ടുമ്പോൾ ഞാൻ തന്ന ആരോഗ്യം ആസ്വദിക്കുന്നു, ഞാൻ തന്ന ഭക്ഷണം ആസ്വദിക്കുന്നു, ഞാൻ തന്ന വെള്ളം ആസ്വദിക്കുന്നു. ഫലൗലാ തശ്കുറൂൻ, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് നന്ദി പറയുന്നില്ല? അള്ളാഹു ചോദിക്കുക, എന്താ നിങ്ങൾ എന്നോട് നന്ദി കാണിക്കാത്തത്? ഇങ്ങനെയൊക്കെ ആയിട്ടും നിങ്ങളെന്താ എന്നോട് നന്ദി കാണിക്കാത്തത്? അള്ളാഹു ചോദിക്കുന്നു. കണ്ട നിങ്ങൾ ശരിക്കും അല്ലാഹു തആല എന്നെയും നിങ്ങളെയും ശരിക്കിട്ട് പിടിച്ചു. ഇതൊക്കെ ഒന്ന് അനുഭവിക്കുമ്പോഴേ കിട്ടിയാൽ നല്ലോണം ചപ്പുന്നുണ്ട്. പക്ഷേ ആ വെള്ളം കുടിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത് തന്ന റബ്ബിന് നന്ദി പറഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങിയോ? ഇല്ല. ആ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഒരു അൽഹംദുലില്ലാ റബ്ബിനുള്ള നന്ദിയാ ചെയ്തോ? ഇല്ല. ഏറ്റവും ചുരുങ്ങിയത് വേറുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, റബ്ബിനോട് നന്ദി കേട്ട ജനത എന്നതിൻ്റെ ഏറ്റവും നല്ല ചിത്രം അതായിരിക്കും. റബ്ബ് സ്രഷ്ടാവായ തമ്പുരാൻ, അനുഗ്രഹദായകനായ റബ്ബ്, അവനോടാണ് നമ്മൾ ഈ നന്ദികേട് കാണിച്ചത്. അവനോടാണ് നമ്മൾ ഈ നന്ദികേട്. ഈ നമ്മുടെ കയ്യിലുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ അല്ലേ? നമ്മുടെ ബോഡി അള്ളാഹുവിൻ്റേത്. ഏതാ നമ്മൾ അള്ളാഹുവിൻ്റേതല്ലാത്തൊന്ന് പറയാനുള്ളത്? ബോഡി അള്ളാഹുവിൻ്റേത്, വായു അള്ളാഹുവിൻ്റേത്, വെള്ളം അള്ളാഹുവിൻ്റേത്, ഭക്ഷണം അള്ളാഹുവിൻ്റേത്, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തീ അള്ളാഹുവിൻ്റേത്. അത് തീ എന്തേ ഇവിടെ നിന്നൊക്കെ പിന്നോട്ട് വെക്കാൻ കാരണം അത് ഞാൻ പിന്നെ പറയാം. തീ പിന്നിലാണല്ലോ വെച്ചത്. തീയും കൂടെ അങ്ങോട്ട് പറയേണ്ടതാ. എന്നിട്ട് ആ ഫലൗലാ തശ്കുറു എന്ന് ചോദിക്കേണ്ടത്. പക്ഷേ തീ എന്തേ പിന്നോട്ട് വെക്കാൻ കാരണം എന്ന്? തീയ് അനുഗ്രഹം മാത്രമല്ല. അത് ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. അപ്പോൾ ശരിക്ക് നോക്ക്, നിങ്ങൾ അല്ലാഹു തആല ചോദിക്കുന്ന ഏറ്റവും ജസ്റ്റ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ബിസ്മി ചൊല്ലിയാൽ എത്ര നന്ദിയുള്ള വാക്കാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അല്ലേ? നോക്ക് നിങ്ങൾ, ബിസ്മിയൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെയൊക്കെ മഹത്വത്തെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മുടെ കൂട്ടത്തിൽ. എന്നാലും ചിലപ്പോൾ ഒക്കെ അശ്രദ്ധ കൊണ്ട് മറന്നു പോകാറുണ്ട് ചെറുപ്പക്കാരൊക്കെ. മറക്കരുത് മക്കളെ, അതൊരു ശീലാക്കി വളർത്ത്. എഴുന്നേൽക്കും അൽഹംദുലില്ലാ അല്ലദീ യത്അമനി ഹദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നീ വലാ ഖുവ്വ. ഇത് ശുക്രിൻ്റെ ഭാഗമാവട്ടെ, അള്ളാഹുവിനോടുള്ള ശുക്രിൻ്റെ ഭാഗമാവട്ടെ. അത് പറഞ്ഞിട്ട് നിങ്ങൾ എഴുന്നേൽക്കാവൂ. ആണ്ട് ശീലിച്ചാൽ നമ്മളറിയാതെ, അറിയാതെ നമ്മളത് ചെയ്തു പോകും എന്നുള്ളതാ കണ്ടീഷൻ. നമ്മളത് ശീലിക്കണം. നമ്മളറിയാതെ ആ സംഗതി എങ്ങനെ ചെയ്തോളും? അതിനാദ്യം നമ്മളത് ശീലിച്ചേ പറ്റൂ. ശീലിക്കാഞ്ഞാൽ ഓർമ്മ വരില്ല. എപ്പോഴും അതാണ് ശീലിപ്പിച്ചെടുക്കുക ശരീരത്തെ. കഴിക്കുമ്പോൾ ബിസ്മില്ല, എഴുന്നേൽക്കുമ്പോൾ ഹംദുൻ ചൊല്ലുക. ഇത് രണ്ടും വലിയ കാര്യമാണ്. അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിൻ്റെ വലിയൊരു ഭാഗമാണത്. ആദ്യം ഞാൻ ബിസ്മിയെക്കുറിച്ചൊന്ന് പറയാം. എന്തിന്? അത് ചൊല്ലുമ്പോൾ അതിൻ്റെ ഗൗരവം ഒന്ന് ഉൾക്കൊള്ളാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കിൻ്റെ കടുപ്പത്രയെന്നറിയോ നിങ്ങൾ? 3 കാലത്തെ റഹ്മാനായ റബ്ബിനെ ഏൽപ്പിക്കലാ ബിസ്മി. 3 കാലത്തെ റഹ്മാനായ റബ്ബിനെ ഏൽപ്പിക്കുന്ന പരിപാടിയാണ് ബിസ്മി ചൊല്ലുക എന്ന ആ ലളിതമായ ചടങ്ങ്. 3 കാലം അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ അള്ളാഹു ഈ 3 പേര് തന്നെ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. അള്ളാഹും റഹ്മാനും റഹീമുമായ അവൻ്റെ നാമത്തിൽ, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തേ അവിടെ അങ്ങനെ തന്നെ ആവണം? ബിസ്മില്ലാഹി സമീഉൽ അലീം, ബിസ്മില്ലാഹിൽ അലിയ്യുൽ ഖദീർ, അങ്ങനെയൊക്കെ ആയിക്കൂടായിരുന്നു? അള്ളാഹ്ക്ക് വേറെയും കുറേ പേരുണ്ടല്ലോ. എന്താ ഈ 3 പേര് തന്നെ വെച്ചത്? അല്ലോ ശരിക്കും നമുക്ക് ശരിക്കും ബോധ്യപ്പെടും. അല്ലാഹ് എന്ന് പറയുമ്പോഴേക്ക് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഒരു ചിത്രം വരും. എന്താ പറയുക നിങ്ങൾ? അല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? വാജിബുൽ വുജൂദി ബിദാത്ത്, സ്വയം ഉള്ളവനാവൽ നിർബന്ധമായവൻ.
എന്ന് പറഞ്ഞാൽ സ്വന്തം ഉള്ളവനായിരിക്കൽ നിർബന്ധം. ആരും ഉണ്ടാക്കിയതല്ല അള്ളാഹുവിനെ, സ്വയം ഉള്ളവനാണ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഒരു ധ്വനി നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അതെന്താ? ബാക്കിയുള്ളതൊക്കെ അള്ളാഹു ഉണ്ടാക്കിയതാണ്. ബാക്കിയുള്ളതൊക്കെ അള്ള സ്വയം ഉള്ളവനാണെന്ന് പറയുമ്പോൾ, അവൻ മാത്രമാണ് സ്വയം ഉള്ളവൻ എന്ന് പറയുമ്പോൾ, ബാക്കിയുള്ളതൊക്കെ മറ്റാരോ ഉണ്ടാക്കിയതാണ്. അത് അള്ളാഹുവാണ്. മുഅ്മിനീങ്ങൾ ഞങ്ങളെയാണല്ലോ വിശ്വസിക്കുന്നത്. അപ്പൊ എല്ലാറ്റിനെയും ഉണ്ടാക്കിയ റബ്ബ്, അതാണ് അള്ളാഹ് എന്ന് പറയുമ്പോഴേക്ക് മനസ്സിൽ വരിക. അള്ളാഹ് എന്ന് പറയുമ്പോഴേക്ക് മനസ്സിൽ വരിക റഹ്മാൻ. റഹ്മാൻ എന്ന് പറയുമ്പോൾ എന്താ മനസ്സിൽ വരിക? റഹ്മാൻ, ഈ ലോകത്ത് വഴിപ്പെട്ടവരോ വഴിപ്പെടാത്തവരോ എന്ന് നോക്കാതെ ഗുണം ചെയ്യുന്നവൻ. അതാണല്ലോ റഹ്മാന്റെ അർത്ഥം. ഈ ലോകത്ത് എല്ലാവർക്കും ഗുണം ചെയ്യാം. അപ്പൊ ഇപ്പൊ വർത്തമാനകാലത്ത് ഗുണം ചെയ്യുന്നവനാണ് റഹ്മാൻ. റഹീം, നാളെ പരലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം ഗുണം ചെയ്യുന്നവൻ. അപ്പൊ ഭാവിയിൽ ഗുണം ചെയ്യുന്നവനാണ് റഹ്മാനായ റബ്ബ്, റഹീമായ റബ്ബ്. റഹീമായ റബ്ബ് ഭാവിയിൽ ഗുണം ചെയ്യുന്നവനാണ്. അപ്പോ ഭൂതവും വർത്തമാനവും ഭാവിയും, ഇതാണ് അല്ലാഹ്. ഭൂതത്തിൽ നമ്മളെ ഉണ്ടാക്കിയവൻ. റഹ്മാൻ, ഇപ്പം നമ്മളെ സംരക്ഷിക്കുന്നവൻ. റഹീം, ഭാവിയിൽ നമ്മളെ സംരക്ഷിക്കുന്നവൻ. ഇതാണ് അല്ലാഹ്, റഹ്മാൻ, റഹീം. ഭൂതം, വർത്തമാനം, ഭാവി, ഇത് മൂന്നും കൂടെ അള്ളാഹിന്റെ കയ്യിലാണ് ഏൽപ്പിക്കുക. എന്താണത്? ഒരു ഭക്ഷണം എടുത്തിടുമ്പോൾ അതിലുള്ള യുക്തി. ഭക്ഷണം ഒരു ഉരുള ഉരുട്ടിയിട്ട് വായിലേക്കാണ് എടുത്തിടുമ്പോഴേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മനസ്സറിഞ്ഞാണ് ചെല്ലുമ്പോൾ ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു സുരക്ഷയാണത്. എന്തേ കാരണം? ഈ മൂന്ന് കാര്യം അവൻ റബ്ബിനെ അങ്ങ് ഏൽപ്പിക്കാൻ. മൂന്ന് കാര്യവും റബ്ബിനെ ഏൽപ്പിക്കാൻ. അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറയാം. ഈ ചോറ്, ഈ ഒരു ഉരുള ചോറ് എനിക്കുണ്ടാക്കി തന്നവൻ്റെ നാമത്തിൽ. എന്തേത് പറയാൻ കാരണം? അള്ളാഹ് എന്ന് പറയുമ്പോൾ ഇവൻ്റെ മനസ്സിൽ വരുന്ന ഒരാശയമുണ്ട്. പഠിച്ചോനെ, ഈ ചോറ് നീ തന്നതാ. നീ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ചോറുണ്ടാകുമായിരുന്നില്ല, എനിക്കിത് കിട്ടൂലായിരുന്നു. റബ്ബേ, എച്ചില് പൊറുക്കി ജീവിക്കുന്നവർ എത്ര പേരുണ്ട്? എച്ചില് പൊറുക്കി ജീവിക്കുന്നവർ എത്ര പേരുണ്ട്? റബ്ബേ, എനിക്ക് നീ മാന്യമായി ഭക്ഷണം കഴിക്കാനുള്ള മുതലെനിക്ക് തന്നല്ലോ. ഒരു നേരത്തെ ചോറ് കിട്ടാതെ വിഷമിക്കുന്ന ചിത്രങ്ങൾ ഓഡിയോ വീഡിയോ മാധ്യമങ്ങളിലൂടെ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. പത്രമാധ്യമങ്ങളിലൂടെ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്ന കൊടും പട്ടിണിയെക്കുറിച്ച് പല രാജ്യങ്ങളിലുമുള്ള. എന്നാ റബ്ബേ, എൻ്റെ രാജ്യത്ത് ഇത്തരം പട്ടിണി നീ ഉണ്ടാക്കിയില്ല. എൻ്റെ കുടുംബത്തിന് നീ പട്ടിണി തന്നില്ല. ഒരു നേരത്തെ ആഹാരം കഴിക്കാനുള്ള വക നീ തന്നല്ലോ. അല്ലാ എന്ന് പറയുമ്പോൾ, ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ, ഈ ഭക്ഷണം നീ ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റൂലായിരുന്നു. ഇത് റബ്ബിനോടൊരു നന്ദിയല്ലേ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് റഹ്മാൻ, കഴിഞ്ഞില്ല റബ്ബേ, ഇത് നീ എൻ്റെ കയ്യിൽ തന്നു, ഇനി നീയായി നിന്റെ പാടായി എന്ന് എന്നോട് പറയരുത് കേട്ടോ. കാരണം വർത്തമാന കാലത്ത് ഈ ഉരുളയിൽ നീ എന്നെ സഹായിക്കണം. എന്തേ? ഈ ഭക്ഷണത്തിൽ വർത്തമാനകാലത്ത് നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ കുടുങ്ങും. വർത്തമാനകാലം എന്താ? ഇത് തിന്നുകയാണ്. വർത്തമാനകാല സൗകര്യം ഇത് തിന്നുകയാണ്. ഇത് വായിലിട്ട് ചവച്ചിറക്കുമ്പോൾ എൻ്റെ അന്നനാളത്തിലൂടെ സുഖമായി ഇത് ഇറങ്ങിപ്പോകണമെങ്കിൽ നീ കനിയണം. റബ്ബേ, അന്നനാളത്തിലൂടെ ഭക്ഷണം ഇറങ്ങാതെ എത്ര മനുഷ്യന്മാർ മെഡിക്കൽ കോളേജിൽ കിടക്കുന്നുണ്ട്. അന്നനാളത്തിലൂടെ ഭക്ഷണം ഇറങ്ങാത്തതാണ് പ്രോബ്ലം. പഠിച്ചോനെ, എന്നെ നീ ഭക്ഷണം ഇറങ്ങാത്തവനാക്കിയില്ലല്ലോ, വെള്ളമിറങ്ങാത്തവനാക്കിയില്ലല്ലോ. അർ-റഹ്മാൻ, ഇതിൻ്റെ വർത്തമാനം നീ ഏറ്റെടുക്കണം റബ്ബേ. ഈ കാലത്ത്, ഈ വർത്തമാനകാലത്ത് എന്നെ സഹായിക്കാനുള്ള കാര്യങ്ങൾ നീ ചെയ്തു തരണം തമ്പുരാനെ. ഇത് സുഖമായി തിന്നിറക്കാനുള്ള ഭാഗ്യം നീ എനിക്ക് തരണം. ഇതാണ് റഹ്മാൻ. അർ-റഹീം, തിന്നിറക്കാൻ നീ എന്നെ സഹായിച്ചു. അന്നനാളത്തിലൂടെ ഭക്ഷണവും വെള്ളവും സുഖമായി ഉള്ളിലെത്തി. ഇനി നീയായി നിന്റെ പാടായി എന്നോട് പറയരുത് റബ്ബേ. കാരണം നീ വിചാരിച്ചില്ലെങ്കിൽ ഇതിന്റെ ദഹന പ്രക്രിയ മര്യാദക്ക് നടക്കില്ല. ഇതിന്റെ ഭാവിയും നിന്റെ കയ്യിലാണ്. ഇത് ശരിക്കും ദഹിപ്പിക്കണം. ഇതിൻ്റെ ശരീരത്തിന് ആവശ്യമായ ഭാഗങ്ങൾ പിടിപ്പിക്കണം. പുറം തള്ളേണ്ട ഭാഗങ്ങൾ പുറം തള്ളണം. കാഷ്ടവും മൂത്രമായിട്ട് പുറം തള്ളണം. അതൊക്കെ നീ ഏറ്റെടുക്കണം റബ്ബേ. കണ്ട നീ? അതാണ് അർ-റഹീം. അപ്പൊ ഈ ഭക്ഷണം ഭൂതത്തിൽ ഉണ്ടാക്കി തന്നത് നീയാണ്. വർത്തമാനത്തിൽ തിന്നാൻ സഹായിക്കുന്നത് നീയാണ്. ഭാവിയിൽ ഇതിൻ്റെ വരും കാര്യങ്ങൾ റാഹത്താക്കി തരുന്നത് നീയാണ്. പഠിച്ചോനെ, അത് മട്ടത്തിലാക്കി തരണട്ടോ. ഇതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നതിൻ്റെ ബഹുമതിയാണത്, അതിൻ്റെ മഹത്വമാണത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ടാണ് നമ്മൾ ബിസ്മിയെല്ലാം മറന്നു പോകുന്നത്. ബിസ്മിയെല്ലാം മറന്നു പോകാൻ പാടില്ല. ഈ മൂന്ന് മേഖലയും അള്ളാഹുവിനാട് ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ അള്ളാഹു തആല കാര്യങ്ങൾ ചെയ്യും. വിശ്വാസി ശരിക്ക് ചിന്തിക്കണം ഇതൊക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, നല്ലൊരു വാക്ക്.
ഭക്ഷണം കിട്ടി, തിന്നു, റാഹത്തായി, സന്തോഷമായി. ആ റബ്ബിനൊരു നന്ദി. അൽഹംദുലില്ലാഹ് അല്ലദീ യത്അമനി ഹദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. എൻ്റെ ശക്തിയല്ല, എൻ്റെ പ്രതാപമല്ല, നിൻ്റെ കനിവ് മാത്രം. ഇതെനിക്ക് ഭക്ഷിപ്പിച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. ഇതൊന്ന് പറയാം. അതിൽ ഏറ്റവും ചുരുങ്ങിയത് പൂർണ്ണമായി ചെല്ലാൻ അറിയാത്തവർ അൽഹംദുലില്ലാ എന്നെങ്കിലും പറയണം എഴുന്നേൽക്കുമ്പോൾ. ഏറ്റവും ചുരുങ്ങിയത് അൽഹംദുലില്ലാ. മറന്നു പോകരുത് ഇന്നു മുതൽ. ഇത് വലിയ ഒരു കാര്യമാണ്, വലിയ ഒരു കാര്യമാണിത്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ വലിയ വലിയ സംഭവങ്ങൾ പറയാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മി ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചാൽ അവൻ്റെ കൂടെ പിശാചും ഭക്ഷണം കഴിക്കുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. ആ വീട്ടിലെ ചെറിയ ഒരു മോള് വന്നിട്ട്, ഒരു കൊച്ചു ബാലിക, അവൾ വന്നിട്ട് പ്ലേറ്റിലേക്ക് കൈയിങ്ങ് നീട്ടുകയാണ്. റസൂലുള്ള അവളുടെ കൈയിങ്ങ് പിടിച്ചു. അപ്പം ഇത് കണ്ടപ്പോൾ വേറുള്ളവർക്കൊക്കെ ഒരു വിഷമം. ചെറിയൊരു കുട്ടി അല്ലേ, നമ്മളൊക്കെ അങ്ങനെയല്ല വിലയിരുത്തുക. മൂലിയാർ ഒരു കണ്ണുചോരല്ലാത്ത മൂലിയാരാട്ടോ, ചെറിയൊരു കുട്ടി. അത് പ്ലേറ്റിൽ നിന്ന് ഒരു കഷ്ണം എടുക്കുമ്പോൾ അതിൻ്റെ കൈ പിടിച്ചു വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ കയ്യട പിടിച്ചു. എന്നിട്ട് റസൂലുള്ള എടുത്തു കൊടുത്തു. റസൂലുള്ളാഹിനോട് ചോദിച്ചു, എന്തേ നബിയെ നിങ്ങൾ ആ കുട്ടിൻ്റെ കൈക്ക് പിടിച്ചത്? ചെറിയൊരു കൊച്ചു ബാലികയാണ്, ചെറിയൊരു പെൺകുട്ടിയാണ്. അവളെ കൈക്ക് പിടിക്കാൻ കാരണം എന്താ? റസൂലുള്ള പറഞ്ഞു, പിശാച്ചിനറിയാം ഈ ഭക്ഷണം കഴിക്കാൻ പിശാച്ചിന് കഴിയൂലാന്ന്. കാരണം എന്താ? ഇവിടെ ഇരിക്കുന്നത് ഞാനാണ്. റസൂലുള്ളാഹി പറയാണ്, ബിസ്മിയൊക്കെ ചെല്ലിപ്പിച്ചിട്ടേ ഇത് തുടങ്ങുള്ളൂ. അപ്പം ഇതിന് മൂപ്പർക്ക് പങ്കുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ബിസ്മി ചെല്ലാതെ തുടങ്ങിയ ഭക്ഷണത്തിലോ അത് കയ്യോളം മൂപ്പർക്ക് ഇരുന്ന് തിന്നാ. അപ്പം ഈ കുട്ടിയുടെ കൈക്ക് പിശാച്ച് വന്നതാ, കുട്ടിനെ പിശാച്ച് വിട്ടതാ. കാരണം കുട്ടി വന്നെടുക്കുമ്പോൾ ബിസ്മി ചൊല്ലൂലല്ലോ. അപ്പം എനിക്കത് കഴിക്കാതെ വിചാരിച്ചിട്ട് കുട്ടിയുടെ കൈക്ക് പിശാച്ച്. അപ്പം ഞാൻ അവളുടെ കൈ പിടിച്ചപ്പോൾ അവളുടെ കൈയല്ല പിടിച്ചത്, യഥാർത്ഥത്തിൽ പിശാച്ചിൻ്റെ കൈയും അവളുടെ കയ്യിലുണ്ടായിരുന്നു. ഹബീബ് പറയാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഞാൻ അവളുടെ കൈക്ക് പിടിക്കുമ്പോൾ അവളുടെ കയ്യിൽ പിശാച്ചിൻ്റെ കയ്യുമുണ്ട്. അവൾ ബിസ്മി അല്ലാതെ ഭക്ഷണം കഴിക്കണം എന്ന് അവൻ ഉദ്ദേശിച്ച് അവളെ മാധ്യമാക്കി വിട്ടതാ. അപ്പം ഞാൻ എന്ത് ചെയ്തു? ബിസ്മി ഒരു കഷ്ണാവൊക്കെ എടുത്തു കൊടുത്തു. പ്രശ്നം തീർന്നില്ലേ? അവളെ സന്തോഷിപ്പിച്ചു. പക്ഷെ അവൾ അതിൽ കൈയിട്ടാൽ ബിസ്മി അല്ലാതെയാണ് ആ ഭക്ഷണം തുടങ്ങിക്കൂടാ. അപ്പം ബിസ്മി ചൊല്ലിയേ നമ്മൾ ഭക്ഷണം കഴിക്കാവൂ. അതിൽ പിശാച് ആർക്കെങ്കിലും ഒക്കെ മറപ്പിക്കും. അങ്ങനെ ഉണ്ടാകുന്നത് നല്ലോണം കരുതണം, മറക്കരുതാരും. ബിസ്മി ചൊല്ലി തന്നെ തുടങ്ങണം, ഹംദ് പറഞ്ഞു തുടങ്ങണം. ഹംദൊക്കെ പറയുന്നത് എത്ര വലിയ പുണ്യമുള്ള കാര്യമാണെന്നറിയൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു നീണ്ട സംഭവങ്ങൾ പറയാനുണ്ട്, പക്ഷെ പറയാനുള്ള സമയം കിട്ടുമെന്ന് ഏതായാലും നമുക്ക് പെട്ടെന്ന് പറയാം. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് ഒരു ദിവസം വഴിക്കിങ്ങനെ പുറപ്പെടുകയാണ്. അതിൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ട സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവരൊക്കെ ഒരു വഴിക്ക് വന്ന് ഇരിക്കുകയാണ്. സുദ്ദീഖുൽ അക്ബർ ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവരൊക്കെ ഒരു വഴിക്ക് വന്നിരിക്കുക. ആദ്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വല്ലാതെ വിശന്ന് വലഞ്ഞൊരു വഴിവക്കിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക. എന്താ ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കാൻ കാരണം എന്നറിയോ? ആരെങ്കിലും വഴിപ്പോക്കന്മാർ എന്താ ഉമറെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണം. അവരുടെ കൂടെ അവർ വിളിച്ചാൽ പോകണം, എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ആ വഴിക്ക് ആദ്യം വരുന്നത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. കാരണം എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാവാൻ സാധ്യതയുള്ള ഒരാളാണ്, എന്നെ കൂട്ടിക്കൊണ്ട് പോകും, എനിക്കെന്തെങ്കിലും ഒന്ന് തരാതിരിക്കില്ല, ഇതൊക്കെ മനസ്സിലിങ്ങനെ കരുതി വെച്ചു. അങ്ങനെ അങ്ങോട്ട് നടന്നു വരുമ്പോൾ ആദ്യമായി കാണുന്നത്, ശരിക്കും ചിന്തിച്ചോളൂ, അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യമായി കാണുന്നത് സുദ്ദീഖുൽ അക്ബറിനെയാണ്. സുദ്ദീഖുൽ അക്ബർ കാണുമ്പോൾ ആദ്യമായി ചോദിക്കുന്നത് മല്ലദീ മാ അഖ്റജക യാ ഉമർ, മാ അഖ്റജക യാ ഉമർ. ഉമറെ, നേരത്ത് ഇവിടെ വന്നിരിക്കാൻ കാരണം എന്താ? ഈ നട്ടുച്ച സമയത്ത് ഇവിടെ വന്നിരിക്കാൻ കാരണം എന്താന്ന് മനസ്സിലായില്ല, പറ. എന്തോ പ്രത്യേകിച്ച് കാരണം എന്തോണ്ടോ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ ഈ നട്ടുച്ച നേരത്ത്? ബഹുമാനപ്പെട്ട
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്റജനിയൽ ജൂൾ, വിശപ്പാണ് എന്നെ പുറത്തിറക്കിയത്. വിശന്നിട്ടൊരു നിർവാഹം ഇല്ലാഞ്ഞിട്ട്, വീട്ടിലൊന്നും ഇല്ലാഞ്ഞിട്ട് ഇവിടെ വന്ന് ഇരുന്നതാ. ആരെങ്കിലും വന്നു വൈക്കാരെങ്കിൽ കണ്ടു വിളിച്ചു എങ്കിൽ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട്. അബൂബക്കർ സിദ്ദീഖിന് വിഷയം മനസ്സിലായല്ലോ. അബൂബക്കർ സിദ്ദീഖ് അഖ്റജനിയല്ലദീ അഖ്റജക യാ ഉമർ, ഉമറേ നീ പുറത്തിറങ്ങാനുള്ള സാഹചര്യം എന്താണോ അത് തന്നെയാണ് എന്നെയും പുറത്തിറക്കിയത്. കണ്ടോ, രണ്ടുപേരും വിശന്ന് വലഞ്ഞിട്ടാ പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി എന്താ, പരിഹാരമില്ലല്ലോ. രണ്ടാളും അവരുടെ പട്ടിണിക്കഥയും പറഞ്ഞ് അവിടെ ഇരുന്നു. അപ്പോഴാ വരുന്നു മൂന്നാമതാ വഴിക്ക് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ആദ്യം തന്നെ ചോദിച്ചു, മാ ഖറജകുമാ, എന്തേ ഇപ്പം ഈ അസമയത്ത് രണ്ടാളും ഇവിടെ? രണ്ടാളുടെയും മറുപടി, നബിയെ വിശപ്പുകൊണ്ട് പുറത്തിറങ്ങിയതാ. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, അഖ്റജനിയല്ലദീ അഖ്റജകുമാ, എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ, എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾ പുറത്തിറങ്ങാനുള്ള കാരണം എന്താണോ അതാണ് കേട്ടോ പാവപ്പെട്ട മുഹമ്മദും പുറത്തിറങ്ങാനുള്ള കാരണം. സുബ്ഹാനല്ലാഹ്, ലോകത്ത് അന്ന് ജീവിച്ചിരിക്കുന്ന ടോപ്പ് ലെവലിലുള്ള 3 നേതാക്കന്മാർ, 3 പേരും വിശന്ന് വലഞ്ഞ് വഴിവക്കിലിരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ല ഉമറേ, അല്ല സിദ്ദീഖേ, വിശക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നത് കൊണ്ട് പരിഹാരമാവില്ലല്ലോ. റസൂലുള്ള എല്ലാറ്റിനും പരിഹാരം കൊടുക്കുന്നവനാ. ദുനിയാവ് ആഖിറം മാത്രമല്ല, ദുനിയാവിനും പരിഹാരമുണ്ട് റസൂലുള്ളാഹിൻ്റെ അടുത്ത്. റസൂലുള്ള പറഞ്ഞു, വാ എൻ്റെ കൂടെ വാ. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചോദിച്ചു, എവിടുക്കാ നബിയെ പോണത് ഒന്ന് പറയണം. വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എങ്ങോട്ടാ നബിയെ പോകുന്നതെന്ന് പറഞ്ഞാൽ കൊള്ളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങനെ ചോദിക്കാൻ കാരണം, ഉമർ റളിയല്ലാഹു അൻഹു പോകുന്നത് എവിടുക്കാന്ന് അറിഞ്ഞാൽ ചെറിയൊരു സമാധാനമാണല്ലോ എന്ന് കരുതിയിട്ടാ. എവിടേക്കെങ്കിലും വല്ല വീട്ടിക്കുവാണെങ്കിൽ, എവിടെയെങ്കിലും ഭക്ഷണം കിട്ടുന്ന കേന്ദ്രത്തിലേക്കാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടല്ലോ. അല്ല, ഇവിടുന്ന് എണീപ്പിച്ച് കൊണ്ടുപോകണം പള്ളിക്ക് നിസ്കരിക്കാനാണെങ്കിലോ വിഷമല്ലേ. അപ്പം എന്താണെന്നറിയില്ലല്ലോ. കാരണം വിശക്കുന്നവൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ മുദ്രാവാക്യം ഭക്ഷണമാണ്. അത് കഴിഞ്ഞിട്ടേ നിസ്കാരമുള്ളൂ, നോമ്പുള്ളൂ, ഒക്കെ ഉള്ളൂ. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകുന്നു. വാ, നമുക്ക് അബുൽ ഹൈസമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ പോകാം. വലിയ സൽക്കാരപ്രിയനാണ്. എപ്പോൾ ചെന്നാലും നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കും, ഭക്ഷണം ഉണ്ടാക്കും, സൽക്കരിക്കും. നല്ല സൽക്കാരപ്രിയനാണ് അബുൽ ഹൈസമുൽ അൻസാരി. അയാളെ പുരേ പോകാൻ നമുക്ക് അബുൽ ഹൈസമുൽ അൻസാരി നമ്മളെ സൽക്കരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ആ അബുൽ ഹൈസമുൽ അൻസാരിയുടെ വീട്ടിലേക്ക് 3 പേരും ഇങ്ങനെ നടന്ന് നീങ്ങാൻ ചെല്ലുമ്പോൾ അബുൽ ഹൈസമുൽ അൻസാരിയുടെ വീടിൻ്റെ കതക് അടഞ്ഞു കിടക്കുകയാണ്. അബുൽ ഹൈസമുൽ അൻസാരി പുറത്ത് ചെന്നിട്ട്, റസൂലുള്ളാഹി പുറത്ത് ചെന്നിട്ട് ഇങ്ങനെ വിളിച്ചു, യാ അബുൽ ഹൈസം, യാ അബുൽ ഹൈസം, അബുൽ ഹൈസം, അബുൽ ഹൈസം, അബുൽ ഹൈസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. അപ്പോൾ വീട്ടിൽ നിന്ന് ആരുമില്ലായിരുന്നു. അവിടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഭാര്യ ഉള്ളിൽ നിന്ന് അതിന് പ്രത്യുത്തരം നൽകി, ലബ്ബൈക വസഅദൈക യാ ഹബീബല്ലാഹ്, നബിയെ അങ്ങയുടെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു. നബിയെ നിങ്ങളുടെ വിളി ഞാൻ എത്രയോ തവണ കേട്ടു കഴിഞ്ഞു. നബിയെ ഇതാ നിങ്ങളുടെ വിളിക്ക് ഉത്തരം ചെയ്തു. നബിയെ അങ്ങ് ഞങ്ങളെ ഈ ചെറ്റക്കുടിലേക്ക് കയറി വരാനുള്ള കാരണം, ഞങ്ങളെ ഈ വീട്ടിലേക്ക് ഇപ്പോൾ എഴുന്നള്ളാനുള്ള കാരണം എന്തേ നബിയെ? ഒന്നുമല്ല, എൻ്റെ കൂട്ടുകാരൻ അബുൽ ഹൈസം ഉണ്ടെങ്കിലൊന്ന് കാണാനാ. അബുൽ ഹൈസം പുറത്തു പോയതാ നബിയെ, ഞങ്ങൾക്ക് വേണ്ടി ശുദ്ധജലം എടുക്കാൻ, ഞങ്ങൾക്ക് വീട്ടിലേക്ക് പാചകം ചെയ്യാനുള്ള വെള്ളം കോരാൻ വേണ്ടി പോയതാണ്. ഇപ്പം വരും നബിയെ, കുറച്ചു നേരം അവിടെ ഇരിക്കണം. റസൂലുള്ളാഹി പുറത്ത് തന്നെ ഇരിക്കുന്നു, പൂമുഖത്ത് തന്നെ റസൂലുള്ളാഹി ഇരിക്കുന്നു. കൂടുതൽ വൈകാതെ അബുൽ ഹൈസമുൽ അൻസാരി വരുന്നു. അബുൽ ഹൈസമുൽ അൻസാരി വരുമ്പോൾ വല്ലാതെ അബുൽ ഹൈസം ആനന്ദ നിർവൃതിയിലാണ്. എന്തേ കാരണം? എന്താ ഇത്ര കൂടുതൽ സന്തോഷ നിർവൃതി ഉണ്ടാവാൻ കാരണം? മാനസിക നിർവൃതിക്ക് കാരണം മറ്റൊന്നുമല്ല, തൻ്റെ മുറ്റത്ത് വന്നിരിക്കുന്നത് ആരാണ്? സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും പ്രമുഖരായ 3 നേതാക്കന്മാരും അതാ തൻ്റെ വീട്ടുമുറ്റത്തിരിക്കുന്നു. എന്തൊരു സന്തോഷം ഉണ്ടാകും അല്ലേ? നിങ്ങളെ വീട്ടിലേക്ക് ഇപ്പം ഇങ്ങനെ കയറി ചെല്ലുക. അപ്പോൾ വീട്ടിൻ്റെ പൂമുഖത്ത് ഇങ്ങനെ ഇരിക്കുന്നു ആര്? നമ്മൾ ഇന്ന് ആദരിക്കുന്ന ഏറ്റവും വലിയ നേതാക്കന്മാർ. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദുണ്ട്, ബഹുമാനപ്പെട്ട താജുൽ ഉലമയുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ. അത് നിങ്ങൾ കണ്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ സന്തോഷം?
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ഓടി വന്ന് റസൂലുള്ളാഹി സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് ആലിംഗനം ചെയ്ത് അതാ ഉള്ളിലേക്ക് കയറിപ്പോയി. വെള്ളം അവിടെ വെച്ച് ആ പച്ചവെള്ളം, ശുദ്ധമായ പച്ചവെള്ളം 3 ഗ്ലാസ്സിലൊഴിച്ച് ദാ 3 പേർക്കും 3 ഗ്ലാസ് വെള്ളം, പച്ചവെള്ളം മുമ്പിൽ കൊണ്ടുവച്ചു. ഒരു പാത്രത്തിൽ അല്പം കാരക്കയും വെച്ചു. എന്നിട്ട് പറഞ്ഞു, കുലൂ വഷ്റബൂ ഹനീആ, സന്തോഷം സസന്തോഷം നബിയേ, കൂട്ടുകാരെ തിന്നോളൂ തിന്നോളൂ, സുഭിക്ഷമായി കഴിച്ചോ. കുറച്ച് പച്ചവെള്ളം കാരക്കും. ഇത് ഇന്നലെ നമ്മൾ പറഞ്ഞ പരിപാടിയാ. ഹാദാ നുസുലുഹും എന്ന് പറഞ്ഞില്ലേ, ഹാദാ നുസുലുഹും യൗമദ്ദീൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ ഒരു പ്രഥമ സൽക്കാരമുണ്ട്, അതിൽ പെട്ടതാ. ഇയാളിത് കൊടുത്തിട്ട് പറഞ്ഞു, നബി എന്താട് തിന്നൂടി, അപ്പോഴേക്ക് ഞാൻ കനമുള്ളത് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞത്. കയറി വരുമ്പോൾ ഒരു വെള്ളം കൊടുക്കൂ, അല്ലെങ്കിൽ ഒരു ചായയും ലഘു കടിയും കൊടുക്കും, അതിലൊക്കെ പെട്ടതാ അത്. അങ്ങനെ കൊടുത്തു. ചെറിയൊരു ലഘു കടിയും ചായയൊക്കെ കൊടുക്കുന്നതിൽ പെട്ടതാണെന്ന് അർത്ഥം. ഒരു ചെറിയ സൽക്കാരം, പ്രഥമ സൽക്കാരം. ആ പ്രഥമ സൽക്കാരം കഴിഞ്ഞു വലിയ സൽക്കാരം വരാനിരിക്കുന്നേ ഉള്ളൂ. വലിയ സൽക്കാരം വരാൻ അതിനൊരു കത്തിയെടുത്ത് അബുൽ ഹൈസം പുറത്ത് കടറങ്ങുമ്പോൾ റസൂലുള്ളാഹി പിടിച്ചു. അബുൽ ഹൈസം ഇവിടെ വാ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ തമാശയായിട്ട് പറഞ്ഞു, ഇയ്യാക വൽ ഹലൂബ. അത്തരത്തിലുള്ള തമാശകളൊക്കെ പറയാം എന്നാ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഇയ്യാക വൽ ഹലൂബ, പ്രിയപ്പെട്ട അബുൽ ഹൈസം, കൂട്ടുകാരാ, കറവുള്ള ആടിനെയൊന്നും പിടിച്ച് അറുത്ത് ഹലാക്കുണ്ടാക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു തമാശയാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ പറയുന്നുണ്ടോ, കോയൊന്നും ഇറക്കണ്ട, പോത്തൊന്നും ഇറക്കണ്ട, ആടിനെ തള്ളിയിടണ്ട എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒക്കെ ഒരു ഡയലോഗുകളാണ്, അത് സന്തോഷമാണ്. അതുപോലെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കത്തി എടുത്ത് ഇറങ്ങുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കറവുള്ള ആടിനെയൊന്നും പിടിച്ചറക്കണ്ട കേട്ടോ, കറവുള്ള ആടിനെയൊന്നും അറക്കണ്ട. ഇദ്ദേഹം അത് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചു. കാരണം അതിന് അത്രയും മറുപടി കൊടുക്കേണ്ടതുള്ളൂ. ഒന്ന് ചിരിച്ചു. അദ്ദേഹം പോയി ഒരു ആട്ടിൻകുട്ടിയെ അറുത്തു. ആ ആട്ടിൻകുട്ടിയുടെ മാംസം നുറുക്കി. അപ്പോഴേക്ക് ഭാര്യ റൊട്ടിയും ചുട്ടു. ഇയാൾ ഈ മാംസം പാചകം ചെയ്തു. ഭാര്യയുടെ റൊട്ടിയുമായിട്ടുണ്ട്, ഇയാളുടെ മാംസവുമായി, രണ്ടും കൂടെ എടുത്തു വെച്ചു. മണിക്കൂറുകൾ സ്വഹാബത്തും നബിയും അവിടെ ഇരുന്നു. കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ ഭക്ഷണത്തിൻ്റെ മുമ്പിലേക്ക് വിളിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കണം, എത്രയാണ് ആ സമയത്ത് ഇവരുടെ മനസ്സ് എത്രമാത്രം നിറയും. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടെ നിന്നങ്ങോട്ടാണ് എനിക്ക് ചിന്തിച്ചുകൂടാത്ത നിമിഷങ്ങൾ. ആ ഹദീസ് പറയുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടെ നിന്നങ്ങോട്ട് വല്ലാത്ത നിമിഷങ്ങളായിരുന്നു, അസ്വസ്ഥതയുടെ നിമിഷങ്ങളായിരുന്നു. എന്തേ കാരണം? റസൂലുള്ള ഈ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് നോക്കി ഇങ്ങനെ ഇരിക്കാനെ, കഴിക്കുന്നില്ല, കുടുങ്ങിയല്ലോ. ഇത്രയും നല്ല ഭക്ഷണം കിട്ടി, അതും ഇത്ര കൂടുതൽ വിശന്നിട്ടുണ്ട്. ആ മനുഷ്യന്മാർക്ക് എത്ര തിടുക്കുണ്ടാവും കഴിക്കാൻ അല്ലേ? എന്നിട്ട് റസൂലുള്ള കുറേ ഇരുന്നു കഴിച്ചില്ല. കുറച്ചിരുന്നാൽ തന്നെ കുറേ ഇരുന്നതായിട്ട് തോന്നും. അതും കൂടെ അതിൻ്റെ ഒരു കാരണമാണ്. കാരണം നോമ്പാണ്, വേഗം പറഞ്ഞാൽ തിരിയും. നോമ്പിന് ഒരു 2 മിനിറ്റ് സമയം ബാക്കി ഉണ്ടാകുമ്പോൾ ഒക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, നമ്മളൊക്കെ ഭക്ഷണത്തിന് മുമ്പിൽ ഇങ്ങനെ ഇരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ, ആ സമയത്ത് 2 മിനിറ്റും കൂടെ ഉണ്ട് ബാങ്ക് കൊടുക്കാൻ. വാച്ചിലിങ്ങനെ നോക്കിയാലേ നമുക്ക് അതുവരെ 10-12 മണിക്കൂർ ക്ഷമിച്ചോല പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 2 മിനിറ്റിന് ആ 12 മണിക്കൂറിനേക്കാൾ കടുപ്പം തോന്നും. അതാണ്ട് നീങ്ങി കിട്ടൂല. എന്നുപോലെ നല്ല ഭക്ഷണം ഇതിങ്ങനെ മുമ്പ് കണ്ടിട്ട് റസൂലുള്ള കുറച്ചു നേരം ഇരുന്നാൽ തന്നെ കുറേ നേരം തോന്നും. റസൂലുള്ള കുറച്ചു നേരം ഇരുന്നു ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ പത്തിരി പാത്രത്തിലേക്ക് കൈനീട്ടി, റൊട്ടിയിലേക്ക് കൈനീട്ടി. ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു റൊട്ടി മുഴുവനും റസൂലുള്ളാഹി ഇങ്ങ് എടുത്തപ്പോഴേക്ക് ഞാൻ ഉറപ്പിച്ചു, പടച്ചവനെ പറ്റിച്ചല്ലോ. കാരണം തിന്നാനല്ല. തിന്നാനാണെങ്കിൽ റസൂലുള്ള ഒരു റൊട്ടി മുഴുവൻ എടുക്കൂല. റസൂലുള്ള ഒരു റൊട്ടിയുടെ പിച്ചല എടുക്കൂ, ഒരു പിച്ചല എടുക്കൂ, ഒരു കഷ്ണം എടുക്കൂ, പൊട്ടിച്ചെടുക്കൂ. പൊട്ടിക്കാതെ എടുത്തപ്പോൾ എനിക്ക് ഉറപ്പ് അത് വേറെന്തിനോ ആണ്. അതെടുത്ത് ഇടത്തെ കയ്യിലേക്ക് അത് ശരിക്കും ഇങ്ങോട്ട് ചുരുട്ടി വെച്ചു. എന്നിട്ട് 2 കഷ്ണം മാംസം എടുത്തു മാംസപാത്രത്തിൽ നിന്ന്, അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചു, അത് ചുരുട്ടി. അതാ ഹബീബ് മുട്ടുകുത്തി എഴുന്നേറ്റ് പോകുന്നു. എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല, എപ്പോഴാ തിരിച്ചു വരിക എന്ന് പറഞ്ഞിട്ടില്ല, എന്തിനാ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. എന്നാ നിങ്ങൾ കഴിച്ചോ എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞിട്ടില്ല. ഇവർ എത്രമാത്രം അസ്വസ്ഥരാകും. നബി എഴുന്നേറ്റ് പോയി, ഒരു പത്തിരിയുണ്ട്, കുറച്ച് ഇറച്ചിയുണ്ട്, അതെടുത്ത് റസൂലുള്ള പോവുകയാണ്. ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ആ ഒരു ഗൗരവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ സമയത്തിൻ്റെ ഒരു കടുപ്പം എത്ര ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നത് വരെ അവരെത്രമാത്രം അസ്വസ്ഥരായിട്ടുണ്ടാകും. എന്നാൽ സംഗതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒന്നുമില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ലെവലില, വേറെ ശ്രദ്ധയിലാ റസൂലുള്ളാഹി തങ്ങളുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി വരുന്നത് വരെ ഞങ്ങൾ കാത്തുനിന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റൊട്ടി എടുത്തപ്പോൾ തന്നെ എനിക്കറിയാം തിന്നാനല്ലാന്ന്. ഞാൻ ഒരു കഷ്ണം എടുക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ. കാരണം നമ്മളുടെ സ്വഭാവമല്ലല്ലോ റസൂലുള്ളാഹിക്ക്. നമ്മളാണ് 2 പൊറാട്ടയ്ക്ക് ഒരു വെപ്പിന്, ഒറ്റ വെപ്പിന് വെക്കും. അതൊക്കെ നമ്മുടെ ശൈലിയാണ്. റസൂലുള്ളാഹി അങ്ങനെയല്ല, ഓരോ കഷ്ണേ തിന്നുള്ളൂ. അപ്പോൾ ഇവർക്ക് ഉറപ്പാണ് എന്തായാലും ഇത് തിന്നാനല്ല. കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, ഇനി റസൂലുള്ളാഹി വേറെ എവിടെയും പോയി കഴിക്കാനാണോ ഒന്നും ഇവർക്ക് അറിയില്ലല്ലോ. എന്നാൽ ഇവർ അദബുള്ള മക്കളാണ്, അദബുള്ള ശിഷ്യന്മാരാണ്. അവർ കാത്തിരിക്കുകയാണ്. ഈ സംഭവം ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, പഴയ കാലത്തൊക്കെ നമ്മൾ ദർസിൽ പഠിക്കുമ്പോൾ ഉസ്താദുമാരടുത്തെങ്ങാനും ഭക്ഷണം കഴിക്കാനിരുന്നാൽ ഞമ്മക്കുണ്ടാകലുണ്ട് ഇങ്ങനെ മാനസികമായ വിഷമം. ഹദീസ് വായിക്കുമ്പോൾ അങ്ങനെ പഴയ കഥകളൊക്കെ കുറച്ച് ഓർക്കാലോ. അപ്പോൾ ചിലപ്പോൾ ഉസ്താദുമാരടുത്തൊക്കെ പെട്ടുപോയാൽ വല്ല മൗലിദോ കുത്തുബിയത്തൊക്കെ ഉള്ള ദിവസമായിരിക്കും ഒരു പക്ഷേ നല്ലൊരു ഭക്ഷണം കിട്ടുക. അന്ന് ഉസ്താദുമാരെ മുന്നിലും കൂടെ പെട്ട് കഴിഞ്ഞാൽ ഉസ്താദാണെങ്കിൽ കൂടുതൽ തിന്നൂല, സുലുസ് തിന്ന് നിർത്തുന്ന പരിപാടിയായിരിക്കും. നമുക്കതൊന്നും മതിയാവില്ല എന്നോ ഒന്ന് കിട്ടുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് വല്ലാത്ത വിഷമം ഉണ്ടാകാറുണ്ട്. മാത്രമല്ല, തുടങ്ങണമെങ്കിൽ ബിസ്മി ഹംദൊക്കെ ചൊല്ലി തോന്നും, തുടങ്ങി കിട്ടണമെങ്കിലും കുറേ നേരമാവും. നമുക്കിത് കാണുമ്പോഴേക്ക് എടുക്കേണ്ടി വരും. ഈ ഒരു മാനസിക വിഷമമൊക്കെ ശരിക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ശരിക്ക് ബോധ്യപ്പെടും. എന്നാൽ റസൂലുള്ളാഹി തങ്ങൾ കൂടുതൽ വൈകാതെ തിരിച്ചു വരുന്നു. അതുവരെ ഇവർ കാത്തിരിക്കുന്നു. കാരണം ഉസ്താദിന്റെ മുമ്പ് ഭക്ഷണം കഴിക്കാൻ പാടില്ലല്ലോ, റസൂലുള്ളാഹിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലല്ലോ. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി, ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഓവർടേക്ക് ചെയ്യരുത്. ഖുർആനാ പറയുന്നത്. സൂറത്തുൽ ഹുജറാത്തിന്റെ പ്രഥമ വചനം, സൂറത്തുൽ ഹുജറാത്തിന്റെ 1-ാമത്തെ വചനാണ്. നബിതങ്ങളെ മറികടക്കരുത്, അള്ളാഹിനെ മറികടക്കരുത്. പറഞ്ഞെടുത്ത് നിൽക്കണം. മറികടക്കുന്ന കുറേ കമ്പനിയുണ്ട്, അവരെക്കുറിച്ചൊന്നും ഇവിടെ പറയാൻ സമയമല്ല. മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പ്ലീസ് ഓവർടേക്ക് ചെയ്യരുത് എന്ന തലക്കെട്ടിൽ ഒരു കാസറ്റ് മുമ്പ് സംസാരിച്ചത് കിട്ടും. അത് ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണമാണ്. 2 മണിക്കൂർ സമയം. ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി, റസൂലുള്ളാഹിയുടെയും അള്ളാഹുവിൻ്റെയും മുന്നിൽ ചാടരുത്, അവരെ മറികടക്കരുത്. അത് അദബുകേടാണ്. അപ്പോൾ ഇവർ റസൂലുള്ള കഴിച്ചിട്ടേ തിന്നു. അപ്പോൾ റസൂലുള്ള വരുന്നത് വരെ ഇവർ കാത്തിരുന്നു. എന്നാൽ ഇന്നൊരു ഉസ്താദാണ് ആ പോക്ക് പോയതെങ്കിൽ ഉസ്താദിന് മാനുണ്ടെങ്കിൽ നല്ലത് വരാതിരിക്കലായിരിക്കും തിരിച്ച്. കാരണം ഉറപ്പാണ്, പാത്രം പോലും അവിടെ ബാക്കി ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ ഉസ്താദ് അതാ ശരിക്ക് കാത്തിരിക്കുന്നു. ഉസ്താദിനെ ശിഷ്യന്മാർ. റസൂലുള്ളാഹി വന്ന ഉടനെ തന്നെ നല്ല സന്തോഷത്തിലാണ് ഹബീബ് വന്നിട്ട് അതാ പാത്രത്തിലേക്ക് ഭക്ഷണം എടുത്തിട്ട് കൊടുക്കുന്നു, പത്തിരിട്ട് കൊടുക്കുന്നു, മാംസം ഇട്ട് കൊടുക്കുന്നു. റസൂലുള്ളാഹി ഇടുന്നു, അവർക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് തിന്നാൻ വേണ്ടി പറയുന്നു, തിന്നോ സന്തോഷത്തോടെ തിന്നോ. അപ്പോഴൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ചോദ്യം ഇങ്ങനെ മുഴങ്ങുക, നബിയേ, ഇങ്ങനെയൊക്കെ മനുഷ്യൻ്റെ ക്ഷമ പരിശോധിക്കണോ? പക്ഷേ ചോദിക്കാനായിട്ടില്ലത്. കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ ചോദിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലുണ്ട്. എന്തേ കാരണം? അതിന് ഉമറിന് മാത്രമേ ലോകത്ത് ധൈര്യമുള്ളൂ. ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഖിയാമന്നരെ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും എന്തേ നബിയെ അങ്ങനെ എന്ന് ചോദിക്കാനുള്ള ധൈര്യം സിദ്ദീഖുൽ അക്ബറിനില്ല. രണ്ടും 2 ശൈലിയാണ്. ചിലർ ഉസ്താദുമാരോട് അകന്നു നിൽക്കും, പേടിച്ച് ആദരവോടെ. ചിലർ ആദരവോടെ ബഹുമാനത്തോടെ വളരെ മിങ്കിളായി പെരുമാറും ചെയ്യും. രണ്ടിനും തെളിവുണ്ട്. ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശൈലിയാണ്, ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശൈലിയാണ്. 2 നിലക്ക് ഉസ്താദുമാരോട് ഇപ്പോഴും ശിഷ്യന്മാർ നിൽക്കാറുണ്ട്. അടുത്തിടപഴകുന്ന ശിഷ്യന്മാരുണ്ട്, പേടിച്ച് വിട്ടു നിൽക്കുന്നവരുമുണ്ട്. 2 ശൈലിയും സ്വഹാബത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു എന്തും ക്ലോസ് ആയിട്ടായിരുന്നു പെരുമാറ്റം. റസൂലുള്ളാഹി തങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, ആ വീട്ടുകാർക്ക് വേണ്ടി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഫദഅ ലഹും ബിൽ ബറക്ക. ആ സംഭവത്തിൽ കാണാം, അവർക്ക് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തു. എന്നിട്ട് അവിടുന്ന് അവിടുന്ന് ഇറങ്ങുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പതുക്കെ റസൂലുള്ളാഹിൻ്റെ വലതുഭാഗത്തേക്ക് നിന്നു. ഇടതുഭാഗത്ത് സിദ്ദീഖുണ്ട്. വലതുഭാഗത്തേക്ക് ഇങ്ങനെ ഓരം പറ്റി നിന്നിട്ട് പതുക്കെ ഇങ്ങനെ നിന്നിട്ട് സിദ്ദീഖുൽ അക്ബർ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ക്ഷമ പരിശോധിക്കേണ്ടിയിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് തിരിഞ്ഞു നിന്നു. സുബ്ഹാനല്ലാഹ്. തിരിഞ്ഞു നിന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് ഇവരുടെ 2 പേരുടെയും തോളിലേക്ക് ചുമരിലേക്ക് കൈവച്ചിട്ട് ഹബീബ് പറയാൻ, സ്വഹാബാ, പാവപ്പെട്ട മുഹമ്മദ് നിങ്ങളെ വല്ലാതെ ആക്രമിച്ചുവല്ലേ. ഞാൻ അതിൽ നിന്ന് ആ പത്തിരി പാത്രത്തിൽ നിന്ന് ആ പത്തിരി എടുക്കുമ്പോൾ എനിക്ക് തിന്നണമെന്നാണ് മോഹം. പക്ഷേ ഞാൻ ആ പത്തിരി പാത്രത്തിലേക്ക് കൈനീട്ടിയപ്പോൾ എനിക്കൊരു ഉൾവിളിയുണ്ടായി, സഹോദരന്മാരെ, അല്ലയോ മുഹമ്മദ്,
യാ റസൂലല്ലാഹ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമേ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് 1 ദിവസമേ ആയുള്ളൂ. ശരിയാണ്. പക്ഷേ നിങ്ങളുടെ മോള് ഫാത്തിമത്തു ഖിത്അത്തും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. ആ ഫാത്തിമാനെ വിഷമിപ്പിച്ചവർ എന്നെയാണ് വിഷമിപ്പിച്ചത്. ഫമൻ ആദാഹാ ഫഖദ് ആദാനി. അലി ഇബ്നു അബീ താലിബിന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഈ വാക്കായിരുന്നത്രേ. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, ഫാത്തിമാനെ വിഷമിപ്പിച്ചവർ എന്നെയാണ് വിഷമിപ്പിച്ചതെന്ന് പറയുമ്പം ഫാത്തിമ സ്വന്തം ഭാര്യയായി നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വിഷമിപ്പിച്ചു പോയോ എന്ന ഒരു വേദന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന് നന്നായി ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എനിക്കൊരു ഉൾവിളി, അല്ല നിങ്ങൾ കരളിന്റെ കഷ്ണാണെന്ന് പറയുന്ന നിങ്ങളെ പൊന്നുമോള് ഭക്ഷണം കഴിച്ചിട്ട് 2 നാൾ കഴിഞ്ഞു കേട്ടോ, നാളുകളായി കേട്ടോ, ആ മോൾക്ക് കൊടുക്കണ്ടേ എന്നൊരു ഉൾവിളി വന്നപ്പോ സഹാബ, ഞാനെല്ലാം മറന്നുപോയി സഹാബ. ഞാൻ ആ എടുത്ത ഒരു പത്തിരിയും 2 കഷ്ണം ഇറച്ചിയും ഈ വീട്ടുകാരന്റെ തൃപ്തി മാനിച്ച് ഞാൻ കൊണ്ടുപോയി കൊടുത്തു വരികയാണ് എൻ്റെ മോൾക്ക്. ബിസ്മി ചൊല്ലി അത് കൊടുത്തപ്പോ എൻ്റെ മോളത് ഏറ്റുവാങ്ങി സന്തോഷത്തോടെ അവളത് തിന്നുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോ 2 പേരും ഹബീബിന്റെ കാൽക്കൽ വീണ് കിടന്ന് കരയുന്നു. നബിയേ അഫ്വൻ യാ റസൂലല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്നു, നബിയേ അങ്ങയുടെ മോൾ ഇത്ര വലിയ പട്ടിണിയിലാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളോട് മാപ്പാക്കണം നബിയേ, ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചത് തെറ്റാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സഹാബ നിങ്ങൾ വിഷമിക്കണ്ട, തെറ്റ് ചെയ്തത് ഞാനല്ലേ, ഞാനാണല്ലോ ഭക്ഷണം എടുത്തത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ല, എപ്പോഴാ വരിക എന്ന് പറഞ്ഞില്ല, നിങ്ങൾക്ക് തിന്നാൻ അനുമതിയും തന്നില്ല. അതൊക്കെ ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് മനസ്സിലാക്കല്ല. എൻ്റെ വാത്സല്യം തുളുമ്പുന്ന ഒരു പിതാവിൻ്റെ വാത്സല്യ പ്രകടനത്തിൻ്റെ ഭാഗമായിരുന്നു അത്, ഞാൻ അറിയാതെ ചെയ്യുകയായിരുന്നു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ 2 പേരും അള്ളാഹുവിനോട്, അള്ളാഹുവിൻ്റെ റസൂലിനോട് ശരിക്ക് മാപ്പ് ചോദിക്കുക, നബിയെ പൊരുത്തപ്പെട്ടു തരണം, ഞങ്ങളിത് ചോദിച്ചത് തെറ്റായിപ്പോയി നബിയെ. കാരണം ഇവരൊന്നും കഥയറിഞ്ഞില്ല. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അത് പോവട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പൊരുത്തപ്പെടാം, അതൊന്നുമല്ല വിഷയം. ഇന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? റസൂലുള്ള ചോദിക്കുകയാണ്, ഇന്ന് ഭക്ഷണം കഴിച്ചോ? നന്നായി കഴിച്ചോ? ഇവർ പറഞ്ഞു നന്നായി കഴിച്ചു നബി, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം, ഒന്ന് നന്നായി അങ്ങ് കഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാലേ ആ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ സൂറത്തു തകാസുറിലെ അവസാനത്തെ ആയത്തോർത്തോ. തങ്ങൾ ചോദിക്കാൻ, സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം, അന്ന് പരലോകത്ത് വെച്ച് നിങ്ങൾ ഈ ഭൂമിയിൽ സുഖിച്ചു പോയ സുഖാഡംബരങ്ങളെ കുറിച്ച് അല്ലാഹു ചോദിക്കും. നിങ്ങൾ കൂട്ടാൻ കൂട്ടി ചോറ് തിന്നത് അല്ലാഹു ചോദിക്കും. നിങ്ങൾ നല്ല നിലക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു ചോദിക്കും. നല്ല നിലക്ക് തുണി ഉടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു ചോദിക്കും. നല്ല ആരോഗ്യം തന്നിട്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അല്ലാഹു തആല അത് നല്ലതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അല്ലാഹു ചോദിക്കും. ആരോഗ്യം ചോദ്യം ചെയ്യപ്പെടും, ഭക്ഷണം ചോദ്യം ചെയ്യപ്പെടും, വെള്ളം ചോദ്യം ചെയ്യപ്പെടും, നിങ്ങളുടെ സുഖ സൗകര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അല്ലാഹു പറഞ്ഞ ആയത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? ഇത്തിന്ന ഭക്ഷണത്തിന് നാളെ മറുപടി പറയേണ്ടി വരും സഹാബ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോഴേക്ക് കൈ വായിലേക്ക് ഇടാൻ, നബിയെ അങ്ങനെയാണെങ്കിൽ ഈ ഹലാക്കിന് ഞാനില്ല. വിശന്നപ്പോൾ നല്ല ഭക്ഷണം കണ്ടപ്പോൾ അങ്ങ് തിന്നുപോയി. ഇതും ചോദ്യം ചെയ്യുന്നാണോ പറഞ്ഞത്? തീർച്ചയായിട്ടും. നല്ല ഇറച്ചിയും പത്തിരിയും തിന്ന് ചോദ്യം ചെയ്യുമോ? എന്തിനാ സഹാബ ഇറച്ചിയും പത്തിരിയും? വെള്ളം കുടിക്കാൻ, ജീവൻ നിലനിൽക്കാനുള്ള വെള്ളം നിങ്ങൾക്ക് കുടിക്കാം, അതിന് അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് അനുമതിയുണ്ട്. റസൂലുള്ളാഹി പറയാണ്, ഇമാം റാസി പറഞ്ഞത് കാണാം, സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം എന്ന ആയത്തിൽ ജീവൻ നിലനിൽക്കാനുള്ള വെള്ളം കുടിക്കാം. ഈ സംഭവം പറഞ്ഞത് ഇമാം റാസി അല്ല, ജീവൻ നിലനിൽക്കാനുള്ള വെള്ളം കുടിക്കാം. അതിൻ്റെ അപ്പുറം കുടിക്കുകയാണെങ്കിൽ മറുപടി പറഞ്ഞോളണം അള്ളാഹുവിനോട്. ജീവൻ നിലനിൽക്കാനുള്ള വെള്ളം, അതിൻ്റെ അപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും കഷ്ടിച്ച് ജീവൻ അങ്ങനെ ഒത്തുപോകും. രണ്ടാമത്തെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അള്ളാഹിനോട് മറുപടി പറഞ്ഞോളണം. ഇതെത്ര കടുപ്പുള്ള സംഗതിയാ, ഇതെത്ര ബേജാറുള്ള സംഗതിയാ, നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ ഇത്. അപ്പോൾ നമ്മളൊക്കെ എന്താ അഞ്ചൂട്ടാനില്ല ഞാൻ നമുക്ക് ചോറിറങ്ങുമോ? ശരിക്കും ചിന്തിക്കണം. ഇത് തിന്നാൻ പറ്റൂല എന്നൊന്നല്ല പറഞ്ഞത്, കൂട്ടാണ്ടാക്കാൻ പറ്റൂല എന്നല്ല പറഞ്ഞത്, പക്ഷേ ബോധം വേണം. ഇത് കേട്ടപ്പോഴേക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അങ്ങനെ നജസ്സകത്തായാൽ ഛർദ്ദിച്ച് പരിചയമുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, എനിക്ക്
എൻ്റെ വയറ്റിൽ ഈ ഭക്ഷണത്തിന് പാസില്ല, കാരണം എനിക്ക് ഈ അദാബ് താങ്ങാനാവില്ല നബിയെ, എനിക്ക് ഭക്ഷണം വേണ്ട, ഞാൻ ഇപ്പം ഛർദ്ദിക്കും. നബി പറഞ്ഞു, അപകടങ്ങളൊന്നും ഉണ്ടാക്കല്ല സുദ്ദീഖേ, ഓഖാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഛർദ്ദിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാനാ. നാളെ റബ്ബ് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭക്ഷണം നിങ്ങൾക്ക് എത്രയും തിന്നാം എന്ന് പറഞ്ഞാൽ മിതമായിട്ട് ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് ഉടുപ്പ് ധരിക്കാം, നിങ്ങൾക്ക് ഭൗതിക സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ആവാം, വാഹനമാവാം, വീടാവാം, ഭക്ഷണമാവാം. പക്ഷെ അതിനൊന്നുമല്ല എതിർപ്പ്. അതൊക്കെ നിങ്ങൾ എന്തിനു ഉപയോഗപ്പെടുത്തി എന്ന് അള്ളാഹു ചോദിക്കുന്നു. നിങ്ങളുടെ വാഹനം നിങ്ങൾ എന്തിനാ ഉപയോഗപ്പെടുത്തിയത് അള്ളാഹു ചോദിക്കും. നിങ്ങളെ ഭക്ഷണങ്ങൾ എന്തിനാ ഉപയോഗപ്പെടുത്തിയത് അള്ളാഹു ചോദിക്കും. നല്ലതിനു വേണ്ടി നിങ്ങളത് ഉപയോഗപ്പെടുത്തിയോ, ഹൈറിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയോ, അല്ലെങ്കിൽ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. ആരോഗ്യം, ഭക്ഷണം, വെള്ളം, എല്ലാറ്റിനും മറുപടി പറയേണ്ടി വരും. അപ്പം ശരിക്ക് മനുഷ്യൻ ഇതാ റബ്ബിനോട് ശരിക്കും പൂർണ്ണാർത്ഥത്തിൽ മനുഷ്യൻ നന്ദി കെട്ടിരിക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇവരോട് പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പോൾ ഇവർ ചോദിച്ചു, അല്ല നബിയെ, ഇത്രയും കടുപ്പുള്ളതാണെങ്കിൽ സംഗതി വിഷമാണല്ലോ. റസൂലുള്ള പറഞ്ഞു, ഇതൊക്കെ ഹൈറിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇനി നിങ്ങൾ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണം, നിങ്ങളുടെ മുണ്ട്, അള്ളാഹു തരുന്ന ആനുകൂല്യങ്ങളൊക്കെ 75% എന്ന് പറഞ്ഞാൽ റസൂലുള്ള പറഞ്ഞത് അതിൻ്റെ അക്സർ എന്നാണ്. അതിൻ്റെ അധിക ഭാഗവും ഭൂരിഭാഗവും ആ ചോദ്യം സിമ്പിളാക്കി തരാൻ ഞാനൊരു പരിഹാരം പറയാം. ഇവർ ചോദിച്ചു, അതെന്താ നബിയെ? നബിതങ്ങൾ കൊടുക്കുന്നത് ഒരു ഒറ്റമൂലിയാണ്. എന്താ നബിതങ്ങൾ പറഞ്ഞത് എന്നറിയോ നിങ്ങൾ? ഖൂലൂ അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പം മനസ്സിൽ തട്ടി അൽഹംദുലില്ലാഹ് എന്ന് പറയണം. കണ്ട, നിങ്ങൾ ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുന്നതിൻ്റെ പ്രസക്തിയാപ്പത്. ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഒരു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു കുറേ നിങ്ങളോട് നന്ദിയുള്ളവരുടെ ലിസ്റ്റിൽ അള്ളാഹു നിങ്ങളെ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ, ഹംദുലില്ലാ, ഫർള് നിസ്കരിക്കുക, റവാത്തിബ് സുന്നത്തുകൾ, മുഅക്കദായ റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കുക. ഇതിലൊക്കെ നിങ്ങൾ സജീവമാകുക. നന്ദി പ്രകടനം, ആ നന്ദി പ്രകടനത്തെക്കുറിച്ച് കൂടുതൽ പറയണമെന്ന് കരുതിയിരുന്നു, വിശാലമായൊരു ചർച്ച ചെയ്യണമെന്ന് കരുതിയിരുന്നു. നടക്കില്ല, സമയം കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള ആ ഒരൊറ്റ ആയത്തും കൂടെ ഓതിയിട്ട് നിർത്തുകയാണ്. അതുകൊണ്ട് എല്ലാ രംഗത്തും നിങ്ങൾ നന്ദി കാണിക്കണം ചെറുപ്പക്കാരെ. എവിടെയും നമ്മൾ പിന്നിലാവാൻ പാടില്ല. മുഴുവനായിട്ട് നമ്മൾ മുമ്പിൽ തന്നെ വരണം. ലൗ നശാ അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ, അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ, നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി അള്ളാഹു ചോദിക്കുക, നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് വേറൊരു അനുഗ്രഹമാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്ന. ആ തീ ഉൽപ്പാദിപ്പിക്കുന്ന മരം, നിങ്ങൾ തീ ഉണ്ടാക്കുന്ന മരം, ആ മരം ഉണ്ടാക്കിയത് നിങ്ങളാണോ അതോ നമ്മളാണോ? അള്ളാഹു ചോദിക്കുന്നു. മരം ഉണ്ടാക്കിയത് നിങ്ങളാണോ നമ്മളാണോ? ആ പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾ? അന്ന് അവർ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവർക്കായിരുന്നു കൂടുതൽ ഇത് ഉപകാരപ്പെട്ടിരുന്നത്. തീ കിട്ടാതെ കുടുങ്ങിപ്പോകുമ്പോൾ അവർ ആ മരത്തിൻ്റെ 2 ഓടകൾ അത് പരസ്പരം തമ്മിൽ ഉരസിയിട്ട് അതിൽ നിന്ന് തീ പാളും. അങ്ങനെയായിരുന്നു തീ കത്തിച്ചിരുന്നത്. അപ്പോൾ അള്ളാഹു ചോദിച്ചു, തീ തന്നത് നിങ്ങളാണ്, കത്തിക്കുന്നത് അല്ല തീ തൂറൂൻ, കത്തിക്കുന്നത് നിങ്ങളാ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, കത്തിക്കുന്നത് നിങ്ങൾ, ദൊരസി കത്തിക്കുന്നത് നിങ്ങളാ. പക്ഷെ അത് കത്തിക്കാനുള്ള മരം ഉണ്ടാക്കിയത് നിങ്ങളാണോ ഞാനാണോ? അതിൽ നിങ്ങൾക്ക് പങ്കുണ്ടോ? അൻതും അൻശഅ്തും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ. അപ്പോൾ ഇവിടെ അന്ന് അവരോട് മരം എന്ന് ചോദിച്ചെങ്കിൽ ഇന്ന് തീ ഉൽപ്പാദിപ്പിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. തീപ്പെട്ടി ഉണ്ടാക്കാൻ അതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം ഏതായെങ്കിൽ അത്, തീയുണ്ടാക്കാൻ ആവശ്യമായ സാധനം അതുണ്ടാക്കിയത് നിങ്ങളാണോ ഞാനാണോ? ഞാൻ ചെയ്തു തന്നപ്പോൾ, ഉണ്ടാക്കി തന്നപ്പോൾ നിങ്ങളത് ഉപയോഗപ്പെടുത്തുന്നു, അത്രയല്ലേ ഉള്ളൂ. അള്ളാഹു ചോദിക്കാൻ, അൻതും അൻശഅ്തും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ നഹ്നു ജഅൽനാഹാ തദ്കിറ. എന്തിനാണ് ഈ തീ നിങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കി തന്നതെന്നറിയോ? നഹ്നു ജഅൽനാഹാ തദ്കിറ, തീർച്ചയായിട്ടും നമ്മൾ ഈ തീയ്, നഹ്നു ജഅൽനാഹാ തദ്കിറ, ഈ തീയിനെ നാം നിങ്ങൾക്ക് പാഠമാക്കി തന്നിരിക്കുന്നു. നഹ്നു ജഅൽനാഹാ തദ്കിറ, അതാണ് ഈ തീയിനെ പിന്തിപ്പിച്ചു വെക്കാൻ കാരണം. തീ പാഠവും കൂടെയാണ്. നഹ്നു ജഅൽനാഹാ തദ്കിറതൻ, തീ നിങ്ങൾക്ക് പാഠമാക്കിയിരിക്കുന്നു. അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചു, ഭക്ഷണം തന്നു, വെള്ളം തന്നു. ഭക്ഷണം തന്ന അള്ളാഹുവിന്, വെള്ളം തന്ന അള്ളാഹുവിന് അത് വേവിക്കാതെ തന്നെ വേവിച്ച് തരാൻ കഴിയൂലായിരുന്നു? കഴിയും. അള്ളാഹ് കഴിയാത്തതുകൊണ്ടല്ല. പിന്നെന്താ? ഭക്ഷണം വെള്ളം കയ്യിൽ തന്ന് ഇനി നിങ്ങൾ വേവിച്ച് തിന്നോ എന്ന് പറയാൻ കാരണം എന്താ? തീയ് നിന്റെ ഒരു അവശ്യ ഘടകമായിട്ട് വരണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്ന് അള്ളാഹ് പറയാം.
നഹ്നു ജഅൽനാഹാ തദ്കിറത്തൻ. എന്തിനാ തീയ് നിന്റെ ഒരു അവശ്യ ഘടകമാക്കിയത്? തീയ് നിന്റെ അവശ്യ ഘടകമാക്കിയത് എന്തിന്? ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണല്ലോ തീയ്. വെള്ളം, ഭക്ഷണം, തീയ് ഇതൊന്നും മനുഷ്യന് ഒഴിവാക്കാൻ പറ്റൂല. എന്തേ തീയ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സംഗതിയാക്കി നമ്മൾ വെക്കാൻ കാരണം, നിങ്ങളുടെ ഒരു അവശ്യ വസ്തുവായി വെക്കാൻ കാരണം? അതിൻ്റെ കാരണം നഹ്നു ജഅൽനാഹാ തദ്കിറ, അതിനെ നാം പാഠമാക്കി തന്നതാണ്. കാരണം എന്താ? വീട്ടിലെ ഉമ്മ, നമുക്കൊക്കെ ഇപ്പം തീയ് എന്താണെന്നറിയാം, തീയ് ചൂടുള്ളതാണെന്നറിയാം. അതറിയണത് എന്തുകൊണ്ടാണ്? നിങ്ങൾ തീയ് നമ്മുടെ ജീവിതത്തിൽ ഒരു അവശ്യ വസ്തുവായിട്ട്, തീയ് നമുക്ക് അള്ളാഹു സൃഷ്ടിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ തീയിൻ്റെ ചൂടെന്താണെന്നറിയൂല. ചൂടെന്താണെന്നറിയാഞ്ഞാൽ അന്തർത്തുക്കും നാറം തലല്ലാ, പേടിപ്പിക്കാൻ കഴിയൂല അള്ളാഹ്ക്ക്. കത്തി ജ്വലിക്കുന്ന നരകത്തിലാ നിങ്ങളെ കടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ തീയ് എന്നറിയാൻ ഞാൻ തീയിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം തീയ് നിങ്ങൾക്ക് അറിയണം, ഇടയ്ക്കൊന്ന് പൊള്ളണം. കണ്ടില്ല നിങ്ങൾ? എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് തീ കൈമക്ക് പാടാത്തവരുണ്ടാവില്ല, കാരണം തീയിൻ്റെ ഉപയോഗം കൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ, കാരണം അതിൻ്റെ ചൂടെന്ന് അറിയാനാണ്. അത് അല്ലാഹു തആല നിങ്ങൾക്ക് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. കാരണം തീയിൻ്റെ വേദന എന്താ നിങ്ങൾക്കറിയാം. തീ ചൂടുള്ളതാണെന്ന് അറിയാത്ത പോലെ ആരെങ്കിലും ഉണ്ടോ നമ്മൾ? കാരണം അത് എപ്പോഴെങ്കിലുമൊക്കെ പൊള്ളിയിട്ടുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ തളച്ച വെള്ളം ശരീരത്തിലൂടെ മറിഞ്ഞു വീണിട്ടുണ്ട്, ഉമ്മ പൊള്ളിയിട്ടുണ്ട്, ഭാര്യ പൊള്ളിയിട്ടുണ്ട്. എന്തിന്? ഇതവർക്ക് പാഠമാണ്. നാളെ നരകത്തിൽ വരാനുള്ള തീയ് നാറുക്കും ഹാദിഹി അല്ലത്തി യൂഖിദുഹാ ബനു ആദം, മനുഷ്യ മക്കൾ ഈ ഭൂമിയിൽ നിന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയ് ജുസ്ഉം മിൻ 70 ജുസ്അം മിൻ ഹർരി ജഹന്നം, നരകത്തിലെ തീയിൻ്റെ ചൂടിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അത് 70 ഭാഗമേ ഉള്ളൂ. റസൂലുള്ളാഹി 69 ഇരട്ടി ചൂട് കൂടുതലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന. ഒന്ന് ചിന്തിച്ചു നോക്കുക, അപ്പോൾ ആ തീയിൻ്റെ കടുപ്പത്രയായിരിക്കും. അത് ഉൾക്കൊള്ളാൻ തീ ഒരു അവശ്യ വസ്തുവാക്കി. അപ്പോൾ തീയ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളൊരു സാധനമല്ല, നമുക്ക് അള്ളാഹു അത് തന്നിട്ടില്ല, നമുക്കത് അറിയൂലായിരുന്നുവെങ്കിൽ നരകം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ നമുക്ക് ഏതുപോലെ ഉണ്ടാവുള്ളൂ? അറിയങ്ങൾ അറിയാത്തൊരു സാധനം പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ അതിൽ വലിയൊരു സംഗതി ഒന്നുണ്ട്. തൽക്കാലം ഒരു ഞെട്ടൽ, കുറച്ചൊക്കെ പ്രായപൂർത്തി എത്തിയാൽ അത് മാറും. ഏതുപോലെ ഉമ്മ ചെറുപ്പത്തിൽ പറയുമല്ലോ പല്ലുമതൊപ്പ വരുന്നുണ്ട്, കോത്താപ്പി വരുന്നുണ്ട്, പല്ലുമതൊപ്പ വരുന്നുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ സാധനമല്ലല്ലോ. നമ്മൾ അന്ന് പേടിക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടാ ചിന്തിക്കുക, എന്തിനാ ഇപ്പോൾ ഞാൻ പല്ലുമത്തൊപ്പ കേട്ട് പേടിച്ചത്, എന്തിനാ ഇപ്പോൾ ഞാൻ കോത്താമ്പി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കേട്ട് പേടിച്ചത്. അപ്പോൾ ഒരു കോത്താമ്പിയും പല്ലുമത്തൊപ്പിയും ഒക്കെ ആയിപ്പോകും നരകം. അതാവരുത് എന്ന് കരുതിയിട്ട് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹു തീ തന്നു. നഹ്നു ജഅൽനാഹാ തദ്കിറ, നിങ്ങൾക്ക് തീയിനെ അള്ളാഹു പാഠമാക്കി തന്നിരിക്കുന്നു. വമതാഅൻ ലിൽ മുഖ്വീൻ, യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് കാട്ടിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഉപകാരത്തിനു വേണ്ടിയുമാണ് തീയ്. തീ അനുഗ്രഹമാണ്, തീ നമുക്ക് അനുഗ്രഹമാണ്. പക്ഷെ അനുഗ്രഹത്തിൻ്റെ മുമ്പ് പാടാണ്. അതുകൊണ്ട് ആദ്യം അള്ളാഹ് പറഞ്ഞത് തദ്കിറാന, നിങ്ങൾക്ക് തീ പാഠമാണ്, തീയുടെ ചൂട് നിങ്ങൾക്ക് പഠിക്കാൻ മാത്രം മതിയായതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ബഹുമാനപ്പെട്ട ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, ഈ 3 വിഷയം മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. മനുഷ്യൻ അല്ലാഹു സൃഷ്ടിച്ചു, വെള്ളം, അതുപോലെ ഭക്ഷണം, വെള്ളം, തീയ്, ഇത് 3 മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതികളാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇത് വെച്ച് ഉത്ബോധിപ്പിക്കാൻ കാരണം. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഇതൊക്കെ തന്ന റബ്ബ്, അപ്പൊ നിന്റെ കയ്യിലുള്ളതൊക്കെ അള്ളാഹു തന്നതാണ്, നിനക്ക് പാഠത്തിന് മതിയായതൊക്കെ അള്ളാഹു തന്നിട്ടുണ്ട്. ഇനി അള്ളാഹ് പറഞ്ഞത് കേട്ട് നടക്കുക, അള്ളാഹ് വേണ്ടാന്ന് പറഞ്ഞതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം, അതുകൊണ്ട് നിന്റെ മഹാനായ രക്ഷിതാവിനെ നീ പ്രകീർത്തിക്കാൻ തയ്യാറാവണം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, എഴുന്നേൽക്കുമ്പോൾ ഹംദ് ചൊല്ലണം. അതാ എപ്പോഴും നീ റബ്ബിനോട് കടപ്പാടുള്ളവനാവണം. നിസ്കരിക്കണം, ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാഹ് വിളിച്ചാൽ നീ അവിടെ എത്തണം. നിസ്കാരത്തിന് പിന്നിലാവരുത്, നോമ്പിൽ പിന്നിലാവരുത്, വിശുദ്ധ ഖുർആന്റെ പെരിയോന്റെ വചനം, അള്ളാഹുവിന്റെ വചനം പാരായണം ചെയ്യുന്നതിൽ പിന്നിലാവരുത്. എല്ലായിടത്തും നിങ്ങൾ മുമ്പിൽ നിൽക്കണം, നിങ്ങൾ ശാക്കിരീങ്ങളാവണം. അള്ളാഹു പറഞ്ഞു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ അവന്റെ ഉടമയോട് നന്ദി കെട്ടവനാണ്. പടച്ചോനെ, മനുഷ്യൻ അവന്റെ ഉടമയോട് നന്ദി കെട്ടവനാണ്. നിങ്ങളുടെ വീട്ടിലുള്ള തൊഴുത്തിലുള്ള പശു, നിങ്ങളുടെ വീട്ടിലുള്ള കാള, അത് നിങ്ങളോട് നന്ദി കാണിക്കുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന ഒരു നേരം ഒരു കെട്ട് പുല്ലിട്ട് കൊടുക്കുന്നതിന്, ഒരു കെട്ട് വൈക്കോലിട്ട് കൊടുക്കുന്നതിന്, ഒരു നേരം പിണ്ണാക്ക് കലക്കിയ വെള്ളം നൽകുന്നതിന്, ആ സാധനം നിങ്ങളെ കാണുമ്പോഴേക്ക് മൂഖയാടുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളെ കാണുമ്പോഴേക്ക് നന്ദി പ്രകടിപ്പിച്ച് കരയുന്നുണ്ടെങ്കിൽ, നിങ്ങളെന്താ അള്ളാഹുവിനോട് നന്ദിയില്ലാത്തത്? അതാണ് അള്ളാഹു കുതിരകളെ പിടിച്ച് സത്യം ചെയ്തിട്ട് ഈ കാര്യം പറഞ്ഞത്. വല്ലാദിയാതി ലബ്ഹാ ഫൽമുരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅസർന ബിഹി നഖാ ഫവസത്ന ബിഹി ജംആ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ്. മനുഷ്യൻ നന്ദി കെട്ടവനാണ്. മൃഗങ്ങൾ അവർ നന്ദിയുള്ളവരാണ് അതിൻ്റെ ഉടമകളോട്. നിങ്ങളോട്
നിങ്ങളുടെ മൃഗങ്ങൾ നന്ദിയുള്ളവരാണ്, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഉടമയോട് നന്ദി കെട്ടവരാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ്. മനുഷ്യൻ നന്ദി കെട്ടവനാണെന്നതിന് ഏറ്റവും വലിയ തെളിവ് അവൻ തന്നെ. അവൻ്റെ വാക്ക് നോക്കിയാൽ മതി, അവൻ്റെ പ്രവൃത്തി നോക്കിയാൽ മതി, അവൻ്റെ ചിന്ത നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, വലിയ ഒരു പാഠമായിരുന്നു വല്ലാദിയാത്തിയിൽ പറയാനുണ്ടായിരുന്നത്. ഇന്ന് പറയാൻ സാധിച്ചില്ല. ഇൻഷാ അല്ലാഹ് തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കുക. റബ്ബിനോട് നന്ദി കെട്ടവരായി ഒരിക്കലും മാറാൻ പാടില്ല. അള്ളാഹു നമുക്കൊക്കെ നല്ല ബുദ്ധി പ്രദാനം ചെയ്യുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് നമ്മളെ സലാമത്താക്കുമാറാവട്ടെ. എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ഒരാൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി എല്ലാം മറന്നുപോയാൽ എന്ത് ചെയ്യണം എന്ന് ഉണർത്തിയതാണ്. അവൻ എപ്പോഴാണോ ഓർമ്മ വരുന്നത് ആ സമയത്ത് ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് പറഞ്ഞാൽ അത് പരിഹരിക്കപ്പെടും. ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു, ഈ ഭക്ഷണത്തിൻ്റെ ആദ്യത്തിലും അന്ത്യത്തിലും ഞാൻ ബിസ്മി ചൊല്ലുന്നു എന്ന് കരുതിയാൽ, ആദ്യം ചൊല്ലിയില്ലെങ്കിലും അള്ളാഹുവിൻ്റെ സംരക്ഷണം അവൻ ഉറപ്പാക്കാം എന്ന് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് എല്ലാ കാര്യവും നമ്മൾ ഉദ്ദേശിക്കുന്നതിലുപരി റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ.